വീണ്ടും വരുന്നവനായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ സന്നിഹിതരായിട്ടുള്ള എല്ലാ വാത്സല്യ സഹോദരങ്ങൾക്കും എൻ്റെ ക്രിസ്തീയ വന്ദനം. വീണ്ടും നമ്മൾ ദൈവസന്നിധിയിൽ ഒത്തുകൂടിയിരിക്കുകയാണ്. ക്രിസ്തീയ ജീവിതത്തിലെ കഷ്ടങ്ങൾ എന്നുള്ളൊരു വിഷയമായിരുന്നു നമ്മൾ തുടർമാനമായി സംസാരിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളും കൂടെ പറയേണ്ടതുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞല്ലോ. എന്നാൽ കഴിഞ്ഞ ആഴ്ച മറ്റൊരു ദൈവദാസൻ നമ്മുടെ നടുവിൽ വന്ന് ദൈവവചനം പറഞ്ഞതുകൊണ്ട് ആ കാര്യം പൂർത്തീകരിക്കാനായിട്ട് കഴിഞ്ഞില്ല. വരും ദിവസങ്ങളിൽ ആ കാര്യങ്ങൾ പിന്നെയും പറഞ്ഞ് അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് ആ കാര്യങ്ങൾ പറയുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ആ കാര്യങ്ങളെ പറയുവാനുള്ളൊരു സാഹചര്യമല്ല. അത് പറയണമെന്നുള്ള വിചാരത്തിലാണ് ഇന്നലെ വരെ ഞാൻ ഇരുന്നത്. എന്നാൽ ഇന്ന് പ്രഭാതം മുതൽ എൻ്റെ മനസ്സ് ആ വിഷയത്തിൽ മാറി മറ്റൊരു രീതിയിലാണ് നടത്തിപ്പ് ലഭിച്ചത്. അതായത് കഴിഞ്ഞ ഒരാഴ്ച വിവിധങ്ങളായ വിഷയങ്ങൾ നമ്മുടെ ചുറ്റുപാട് സംഭവിച്ചു. അതായത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെയാണ് നമ്മൾ പല കാര്യങ്ങളും അറിയുന്നത്. തുടക്കത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ദൈവദാസൻ ഹോസ്പിറ്റലിൽ കിടന്നൊരു സംഭവം ഉണ്ടായി. അങ്ങനെ ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് അദ്ദേഹത്തെ ആളുകൾ ഭയങ്കരമായി ചീത്ത വിളിച്ചുകൊണ്ടും പല രീതിയിലും ഹരാസ് ചെയ്തുകൊണ്ടൊക്കെ സംസാരിക്കുന്നത് കണ്ടു. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഒരുവൻ രോഗിയായി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ ആളുകൾ എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് ചിന്തിച്ചു പോയി. ആളുകൾ അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് മുൻകാലത്ത് അദ്ദേഹം തൻ്റെ പ്രസംഗത്തിലൂടെ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ടാണ്. അപ്പം അതിനെക്കുറിച്ചൊന്നും ഞാനിപ്പോൾ പറയാൻ ശ്രമിക്കുന്നില്ല, കാരണം സമയം പോകുമെന്നുള്ളത് കൊണ്ട്. ഗഹനമായ ചില കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കണം. അടുത്തൊരു കാര്യം എന്ന് പറയുന്നത്, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ തിരുവനന്തപുരം ഭാഗത്തുള്ള ഒരു ദൈവദാസൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവച്ചു. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ എല്ലാം കടന്നു വന്നു. ആ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഏതാണ്ട് 2017-ലോ 2018-ലോ ആ ഒരു സമയത്ത് കേട്ടിട്ടുള്ള ആളാണ്. അദ്ദേഹം തന്നെ കുവൈറ്റിലുള്ള ഫുൾ ഗോസ്പൽ IPC ചർച്ചിൽ പ്രസംഗിച്ച സമയത്ത് അവിടെയുള്ള ഒരു പ്രിയപ്പെട്ടവൻ എനിക്ക് ആ മെസ്സേജ് അയച്ചു തന്നിരുന്നു. ഞാൻ ആ സമയത്ത് കേൾക്കുകയും പലർക്കും ആ മെസ്സേജ് പാസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അദ്ദേഹം പ്രസിദ്ധനായ ഒരു ദൈവദാസന്റെ മകനാണ്. ആശാരി ഉപദേശി എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ മകനാണ്. അപ്പം അദ്ദേഹത്തിന്റെ ആ വീഡിയോസ് ഇങ്ങനെ പ്രചരിച്ച സമയത്ത് അത് നല്ല രീതിയിൽ ആളുകൾ ശ്രദ്ധിച്ചു. അദ്ദേഹം അതിൽ പറയുന്ന ആ കാര്യങ്ങളെക്കുറിച്ച് പെന്തക്കോസ്തിലെ ചില പാസ്റ്റേഴ്സ്, അതുപോലെ പെന്തക്കോസ്തിലെ ചില ശാസ്ത്രിമാർ, അവരൊക്കെ അഭിപ്രായ പ്രകടനങ്ങൾ നടത്തുന്നത് കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. ഇതെന്താ ഈ മനുഷ്യർ ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് ചിന്തിച്ചു പോയി. അതായത് ആ വിഷയത്തെക്കുറിച്ചും ഞാനൊന്നും ഇപ്പോൾ പറയാനായിട്ട് പരിശ്രമിക്കുന്നില്ല. കർത്താവ് അനുവദിച്ചാൽ ഇടയ്ക്കുള്ള ഏതെങ്കിലും മീറ്റിങ്ങിൽ ആ കാര്യങ്ങളെക്കുറിച്ച് പറയാനായിട്ട് ഉത്സാഹിക്കാം. ഇപ്പോൾ അതിലേക്കും പോകുന്നില്ല. അടുത്തൊരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് 3-4 ദിവസമായിട്ട് പെന്തക്കോസ്ത് ലോകത്തെ പതിയെ പിടിച്ച് കുലുക്കുന്ന രീതിയിലുണ്ടായ മറ്റൊരു സംഭവം. അതായത് പെന്തക്കോസ്ത് ലോകത്തെ വളരെ പ്രസിദ്ധനായ ഒരു മനുഷ്യൻ, അദ്ദേഹം വേറെ 2 പേരുമായിട്ട് ഇരുന്ന് ഒരു ഇന്റർവ്യൂ നടത്തുകയായിരുന്നു. ഇപ്പോൾ ഇന്റർവ്യൂകളുടെയും പോഡ്കാസ്റ്റുകളുടെയും ഒക്കെ ഒരു കാലമാണല്ലോ. വട്ടം കൂടിയിരുന്ന് പല കഥകളും പറയും. അത് സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അപ്ലോഡ് ചെയ്യും. അങ്ങനെ ആളുകളെ വിശ്വാസത്തിൽ ക്ഷീണിപ്പിക്കുകയോ ഉറപ്പിക്കുകയോ അങ്ങനെ പല രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എനിവേ ഇവർ 3 പേരും കൂടി ഇരുന്ന് സംസാരിച്ച ഈ ടോപ്പിക് എന്ന് പറയുന്നത്, വിശുദ്ധന്മാർ ആഭരണം ധരിക്കുന്നത് ശരിയോ തെറ്റോ എന്നൊക്കെയുള്ള നിലയിലാണ് അവർ ആ കാര്യങ്ങളെ പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ടൊരു 15 മിനിറ്റ് അവർ പല കാര്യങ്ങളും സംസാരിച്ചിരുന്നു. അത് ആദ്യത്തെ ദിവസം തന്നെ ചിലർ എനിക്ക് അയച്ചു തന്നിരുന്നു. അത് അത്ര പ്രചാരത്തിലൊന്നും വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. 2-ാമത്തെ ദിവസവും 3-ാമത്തെ ദിവസവും ഒക്കെ ആയപ്പോഴത്തേക്കും അത് ഭയങ്കരമായി വൈറലായി. അത് എല്ലാ മീഡിയകളിലൂടെയും പ്രചരിക്കാൻ ആരംഭിച്ചു. ആളുകൾ അത് ഡൗൺലോഡ് ചെയ്ത് അവരവരുടേതായ സൈറ്റുകളിൽ അത് പോസ്റ്റ് ചെയ്തു. അതുപോലെ വാട്സപ്പോ അങ്ങനെയുള്ള സംവിധാനങ്ങളിലൂടെയൊക്കെ ആളുകൾക്ക് അയച്ചു കൊടുക്കുന്നു. എല്ലാവരും ഈ സദ്വർത്തമാനം കേൾക്കണം എന്നുള്ള നിലയിലാണ് അവരൊക്കെ അത് ചെയ്യുന്നത്. അപ്പോൾ ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ എക്കാലത്തും 2 അഭിപ്രായം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ. 2 അഭിപ്രായമുണ്ട്. ഒരുപറ്റം ആളുകൾ അതിനെ അനുകൂലിക്കുന്നവരും മറ്റൊരു കൂട്ടം അതിനോട് വിയോജിപ്പ് രേഖപ്പെടുന്നവരുമാണ്. അതായത് പെന്തക്കോസ്തിലെ പുരോഗമനവാദികളും ന്യൂ ജനറേഷൻ പെന്തിക്കോസ്ത് ഗ്രൂപ്പുകാരും ഈ വിഷയത്തെ അംഗീകരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിനോട് യോജിക്കുന്നവരാണ്. മറു സൈഡില് വ്യവസ്ഥാപിത പെന്തക്കോസ്ത് കൂട്ടത്തില് ഒരു കൂട്ടം ആളുകൾ ഇതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തുന്നവരാണ്. അപ്പോൾ ഈ 2 കൂട്ടരും തമ്മിലുള്ള കൊച്ചു കൊച്ചു യുദ്ധങ്ങൾ നമ്മളിങ്ങനെ ഗാലറിയിൽ നിന്ന് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇന്നലെയൊക്കെ എന്നോട് പല പ്രിയപ്പെട്ടവരും ചോദിച്ചു, പാസ്റ്റർക്ക് ഇതിനകത്ത് അഭിപ്രായമൊന്നുമില്ലേ, എന്താ ഒന്നും പറയുന്നില്ലേ എന്ന നിലയിലൊക്കെ പലരും ചോദിച്ചവരോടൊക്കെ ഞാൻ പറഞ്ഞത്, നമ്മൾ ഇതിനകത്ത് തലയിടാൻ പോകേണ്ട കാര്യമില്ലല്ലോ. അവരവരുടെ അഭിപ്രായം പ്രകടിപ്പിച്ചു.
അത് ഒരുപറ്റം ആൾക്കാർക്ക് അലോസരമായി തീർന്നു. ഒരുപറ്റം ആളുകൾക്ക് അതൊരു വിപ്ലവകരമായ ഒരു തുറന്നു പറച്ചിലായിട്ട് മാറി. നമ്മളതിനകത്ത് ഇത് തലയിടാനാ? നമ്മെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വിഷയങ്ങൾ സമയമെടുത്ത് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്, പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഈ ഓർണമെന്റ്സ് എന്നുള്ളൊരു വിഷയം നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് പറയാറില്ല. അത് നമ്മുടെ ഒരു പ്രത്യേകതയാണ്. ഡയറക്റ്റ് പറയാറില്ല. ഒരാൾക്ക് അതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, അപ്പോൾ അയാളോട് പറയില്ലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാളോട് പറയും, നമ്മൾ ഈ വിഷയമൊക്കെ പ്രസംഗിച്ചിട്ടുണ്ട്, യൂട്യൂബിലുണ്ട്, അത് പോയി കേട്ടോളാൻ പറയും. അല്ലാതെ ഡയറക്റ്റ് ഇതൊന്നും പറയാനായിട്ട് പോവില്ല. അതിന്റെ കാരണം എന്തെന്ന് ചോദിച്ചാൽ, ഈ ടോപ്പിക്ക് പറഞ്ഞു തുടങ്ങണമെങ്കിൽ രക്ഷ എന്ന് പറയുന്ന വിഷയത്തിന്റെ അടിസ്ഥാനം മുതൽ പറഞ്ഞു കൊണ്ടുവരണം. എങ്ങനെയാ? രക്ഷ എന്ന വിഷയത്തിന്റെ അടിസ്ഥാനം മുതൽ പറഞ്ഞു കൊണ്ടുവരണം. അങ്ങനെ പറഞ്ഞു കൊണ്ടുവന്നിട്ട് അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴാണ് ഈ കാര്യങ്ങളെ പറയുന്നത്. അല്ലാതെ ഓടിച്ചാടി വന്ന് അല്ലാതെ ഓടിക്കിതച്ചു വന്നിട്ട് പുറപ്പാട് പുസ്തകത്തിൽ ഇങ്ങനെയാണ്, ഉൽപ്പത്തി പുസ്തകത്തിൽ ഇങ്ങനെയാണ്, പിന്നെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് എസെക്കിയേലിൽ ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറഞ്ഞ് കുറെ വാക്യങ്ങൾ എടുത്തിട്ട് കാര്യമില്ല. കേൾവിക്കാരൻ അത് ദഹിക്കില്ല, അവനത് ഗ്രഹിക്കാൻ കഴിയില്ല. കാരണം വ്യത്യസ്തമായ സ്വരങ്ങൾ ഇവിടെ മുഴങ്ങിക്കഴിഞ്ഞു. ഇന്നോ ഇന്നലെയല്ല, വളരെ കാലങ്ങൾക്ക് മുമ്പ് വ്യത്യസ്തമായ അഭിപ്രായങ്ങളും പഠനങ്ങളും ചിന്തകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആയതുകൊണ്ട് ആ കാര്യങ്ങളെയൊക്കെ മറികടന്ന് വളരെ കൃത്യതയോടെ ഈ കാര്യം സ്ഥാപിക്കണമെങ്കിൽ ബോട്ടം ലെവലിൽ നിന്ന് തുടങ്ങണം. നമ്മുടെ അടുത്ത് ആ വിഷയം ചോദിക്കാൻ വന്ന വ്യക്തി ഉണ്ടല്ലോ, അതായത് കേൾവിക്കാരനായ ആ വ്യക്തി, ആ വ്യക്തിയെ അവൻ കിടന്ന പാപത്തിന്റെ പടുകുഴി ഒന്നുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കണം. അവനെ അവിടെ മുതൽ അവനെ കൈപിടിച്ചു കൊണ്ടുവരണം. അവൻ ആദ്യമായിട്ട് സുവിശേഷം കേട്ട കേൾവി, പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധിയെക്കുറിച്ച് ഈ പ്രിയപ്പെട്ടവന് ബോധം വന്ന ആ നിമിഷങ്ങൾ അവനെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കേണ്ടതുണ്ട്. അങ്ങനെ അവിടെ മുതൽ പല പല കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവന്നാണ് ഇതിലേക്ക് എത്തിച്ചേരേണ്ടത്. അപ്പൊ അത് ശ്രമകരമായ ഒരു അധ്വാനമാണ്. അതുകൊണ്ടാണ് ഇന്നലെ വരെ ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിക്കാതിരുന്നത്. ഇതൊന്നും സംസാരിക്കേണ്ട കാര്യം നമുക്കിപ്പോൾ ഇല്ല. ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ വരുമ്പോൾ ഇതെന്തായാലും കുറച്ച് പേരെ ചുറ്റിക്കും, അത് വേറെ കാര്യം. എന്തൊക്കെയായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അതൊക്കെ അങ്ങ് കെട്ടടങ്ങി പോകും. പിന്നെ അടുത്ത എന്തെങ്കിലും പുതിയ കോള് വരും, ആ കോളുമായിട്ട് ആളുകൾ പോകും, അത്രയേ ഉള്ളൂ. അങ്ങനെ അങ്ങ് ചിന്തിച്ച് ആശ്വസിച്ചിരിക്കുകയായിരുന്നു. സാമൂഹ്യ മാധ്യമങ്ങളിൽ നമ്മളുടേതായ സൈറ്റുകളിലും ഒന്നും ഒരു കമന്റോ ഒരു കാര്യവും പറയാനായിട്ട് ഞാൻ പോയിരുന്നില്ല. നമ്മളുടെ സഹോദരങ്ങൾ ചിലയിടങ്ങളിലൊക്കെ അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി. എന്നാൽ ഇന്ന് രാവിലെ ഒരു നർമ്മം കലരുന്ന രീതിയിലുള്ള ഒരു പോസ്റ്റ് നമ്മൾ ഇട്ടു. ഒരു നർമ്മത്തിന്റെ രീതിയിലുള്ള ഒരു പോസ്റ്റ്. അത് വ്യാപകമായിട്ട് ആളുകൾ ശ്രദ്ധിക്കാനും ചർച്ച ചെയ്യാനും ഇടയായി. ഏതാണ്ട് ഒരു 25,000-നടുത്ത ആളുകളാണ് അത് കണ്ടത്. 25,000-നടുത്ത ആളുകൾ. ധാരാളം ആളുകൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്തി. അതിൽ യോജിപ്പുണ്ട്, ചില വിയോജിപ്പുകളുണ്ട്, പല രീതിയിലുള്ള കാര്യങ്ങളുണ്ട്. അപ്പം നമ്മൾ ആഭരണധാരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല പറഞ്ഞ്, ചുമ്മാ ഒരു സർക്കാസം, അത്ര തന്നെ. എന്തെങ്കിലുമൊക്കെ ആളുകൾക്ക് ഈ പിരിമുറുക്കത്തിൻ്റെ ഇടയ്ക്ക് ഒരു ആശ്വാസം വേണ്ടേ, ആ രീതിയിൽ മാത്രമാണ് ഒരു കാര്യം എഴുതി പിടിപ്പിച്ചത്, അത്ര തന്നെ. അതല്ലാതെ മറ്റു കാര്യങ്ങൾക്കൊന്നും നമ്മൾ തുനിഞ്ഞില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലെ വരെ ഇതിനെക്കുറിച്ചൊരു ചിന്തയില്ലായിരുന്നു. പക്ഷേ ഇന്ന് പ്രഭാതം മുതലാണ് അങ്ങനെ ഒരു ചിന്ത എൻ്റെ ഉള്ളിൽ ഉരുത്തിരിഞ്ഞതെന്നൊക്കെ. അതിൻ്റെ കാരണം നിങ്ങളിൽ ചിലരൊക്കെ ഇപ്പോൾ ചിന്തിക്കുകയായിരിക്കും, നമ്മളിത് പലവട്ടം പറഞ്ഞിട്ടുള്ളതല്ലേ, വീണ്ടും ഇതൊക്കെ പറയേണ്ട കാര്യമുണ്ടോ, ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നന്നായിട്ട് അറിയാമല്ലോ എന്നൊക്കെ ചിന്തിക്കുമ്പോൾ, സഹോദരങ്ങളെ, നിങ്ങൾ എന്നോട് പൊറുക്കണം. അതായത് പുതുതായിട്ടൊക്കെ നമ്മളെ കേൾക്കുന്നവരുണ്ട്, അതുപോലെ പുതുതായി വിശ്വാസ വഴിയിലേക്ക് വന്ന ചില സഹോദരങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവരൊക്കെ ഈ കഴിഞ്ഞ നാളുകളിൽ എന്നോട് ഇടപെട്ട കാര്യങ്ങളൊക്കെ ഞാൻ രാവിലെ ഓർക്കുകയായിരുന്നു. അവരെന്നോട് സംസാരിച്ചതും ഇടപെട്ടതുമായ കാര്യങ്ങൾ, ഈ വിഷയത്തെക്കുറിച്ചൊക്കെയുള്ള അവരുടെ സംശയങ്ങൾ, സന്ദേഹങ്ങൾ. കാരണം അവരൊരു സമൂഹത്തിലല്ലേ ജീവിക്കുന്നത്. അങ്ങനെ ജീവിക്കുന്ന സമൂഹത്തിൽ 4 സൈഡിൽ നിന്ന് ചോദ്യങ്ങളൊക്കെ വരാം. വിശേഷിച്ച് അക്രൈസ്തവ പാരമ്പര്യങ്ങളിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾ, അതുപോലെ നാമധേയ ക്രൈസ്തവ ലോകത്ത് നിന്ന് വരുന്ന സഹോദരങ്ങൾ, അങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്ന്, ഇങ്ങനെ വിവിധ സാഹചര്യങ്ങളിൽ നിന്നല്ലേ പ്രിയപ്പെട്ടവർ വരുന്നത്. അപ്പോൾ അവിടെയൊക്കെ അവർക്ക് വലിയ സമ്മർദ്ദങ്ങളുണ്ടാവും. ആളുകളോട് ഫലപ്രദമായി മറുപടി പറയേണ്ടതുണ്ട്. എന്തുകൊണ്ട് എന്തുകൊണ്ട് എന്ന് ആളുകൾ ചോദിക്കും. അല്ല, നിങ്ങൾ എന്താ ഇങ്ങനെ കോലം കെട്ടി നടക്കുന്നതെന്ന് ചോദിക്കൂലോ. സമൂഹത്തിലെ എല്ലാ മനുഷ്യരും ചെയ്യുന്നത് പോലെ നിങ്ങൾ ചെയ്യുന്നില്ല, നിങ്ങൾ വളരെ വ്യത്യസ്തമായ രീതിയിലാണ് ചലിക്കുന്നത്. അതിന്റെ കാര്യകാരണങ്ങൾ എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ മറുപടി പറയണമല്ലോ. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവരെ ബലപ്പെടുത്തേണ്ടതുണ്ട്, അവർക്ക് ബോധ്യങ്ങളെ കൊടുക്കേണ്ടതുണ്ട്. ആ കാരണത്താലൊക്കെ നമുക്ക് ചില സമയങ്ങളിൽ ഇങ്ങനെയുള്ള ടോപ്പിക്കുകൾ വീണ്ടും കൈകാര്യം ചെയ്യേണ്ടി വരും.
അത്ര മനസ്സോടെയൊന്നുമല്ല, പക്ഷേ വീണ്ടും പറയേണ്ട സാഹചര്യങ്ങളുണ്ട്. ഞാനിതിങ്ങനെ പറയാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ഈ ആഭരണം ധരിക്കുന്ന സഹോദരങ്ങൾ, അങ്ങനെയുള്ള പ്രിയപ്പെട്ടവരൊന്നും എന്നോട് കോപിക്കാൻ ഇടവരരുത്. അതായത് കഴിഞ്ഞ ഒരാഴ്ച ഞാൻ സഞ്ചരിച്ച ആ സഞ്ചാരത്തിനകത്ത് ആഭരണം ധരിക്കുന്ന ധാരാളം പ്രിയപ്പെട്ടവരുമായിട്ട് നന്നായി സഹകരിച്ച് അവരൊക്കെയായിട്ട് സ്നേഹത്തോടെ, ലോഹ്യത്തോടെ, വളരെ സ്നേഹബഹുമാനങ്ങളോടുകൂടിയൊക്കെയാണ് ഞാൻ പിരിഞ്ഞത്. നിങ്ങളിൽ പലരും വർഷങ്ങളായിട്ട് ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്. ആഭരണം ധരിക്കുന്ന വ്യക്തികളെ ഒന്നും കുറ്റപ്പെടുത്തിക്കൊണ്ടോ അല്ലെങ്കിൽ അവരെ മോശക്കാരാക്കിക്കൊണ്ടോ ഏതെങ്കിലും രീതിയിൽ അങ്ങനത്തെ ഒരു പ്രയോഗങ്ങളോ വാക്കുകളോ ഒന്നും നമ്മിൽ നിന്ന് വരാറില്ല. എല്ലാവരും നമ്മൾ സ്നേഹിക്കുന്നു, ബഹുമാനിക്കുന്നു. ഓരോരുത്തർക്ക് ലഭിച്ച ബോധ്യത്തിനനുസരിച്ച് അവർ പോകുന്നു എന്ന് മാത്രം. നമ്മെ സംബന്ധിച്ച് സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന വെളിപ്പാടും ബോധ്യങ്ങളും അത് നമ്മൾ അവസരം കിട്ടുന്ന സമയത്ത് നമ്മൾ പങ്കുവെക്കാറുണ്ട്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞു വന്ന ഒരു കാര്യം ഇടയ്ക്ക് കട്ടായിപ്പോയി. അതായത് നമ്മൾ ഇത്തരം ടോപ്പിക്കുകൾ സാധാരണ പറഞ്ഞു വരുമ്പോൾ രക്ഷയുമായി ബന്ധപ്പെട്ട അവിടെ മുതൽ തുടങ്ങുന്ന കാര്യം പറഞ്ഞല്ലോ. പാപത്തിന്റെ പടുകുഴിയിൽ നിന്നാണ് നമ്മൾ തുടങ്ങുന്നത്. ഏദൻ തോട്ടത്തിൽ നിന്ന് തലകുനിച്ച് പുറത്തു വന്നവന്റെ പിൻതലമുറ, ആദാമ്യ വർഗം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചു കിടന്ന, ഒരു കണ്ണിനും അരിവ് തോന്നാതെ തീപ്പൊയ്കയിലേക്ക് നടന്നു പോയവര്, അത്തരക്കാരോടുള്ള ബന്ധത്തിലാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. കൃപയാൽ ലഭിച്ചൊരു ഉദ്ധാരണം, അതിനൊന്നും നമ്മൾ യോഗ്യരല്ല. അങ്ങനെ നമ്മെ ഉറപ്പുള്ള പാറമേലേക്ക് കൊണ്ടുവന്നു. ആ സാഹചര്യങ്ങളെയൊക്കെ ഓർമ്മപ്പെടുത്തി വിശ്വാസത്താലുള്ള നീതീകരണം പ്രാപിച്ച് അടുത്തപടി വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കണം. അവിടെ നമ്മുടെ ശരീരത്തിന്റെ സമർപ്പണവുമായി ബന്ധപ്പെട്ട ആഴമേറിയ പഠനം വരികയാണ്. അതെല്ലാം ആഴമേറിയ പഠനങ്ങളാണ്. അപ്പോൾ അങ്ങനെ ആ വിഷയങ്ങളെല്ലാം സവിസ്തരം പറഞ്ഞ് മുന്നോട്ട് കൊണ്ടുവരുമ്പോഴാണ് ഒരു വ്യക്തിക്ക് ഈ കാര്യത്തെക്കുറിച്ച് ബോധ്യം വരുന്നത്. അല്ലാതെ ഓടിച്ചാടി വന്ന് പറഞ്ഞാൽ ഒരു പ്രയോജനമില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇന്ന് പാസ്റ്റർ ഈ വിഷയങ്ങളെക്കുറിച്ച് സവിസ്തരം പറയാൻ പോവുകയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലുമില്ല. നമ്മൾ കഴിഞ്ഞ നാളുകളിൽ അങ്ങനത്തെ വിഷയങ്ങൾ പറഞ്ഞതാണല്ലോ. ഇപ്പോൾ ഞാനത് സമയമെടുത്ത് പറയാൻ ശ്രമിക്കുകയല്ല, ഓടിച്ച് ചില കാര്യങ്ങൾ പറയും. ഓടിച്ച് അതെന്തിനെന്നറിയാവോ? നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോടുള്ള ബന്ധത്തിൽ ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അവരിൽ ആരെങ്കിലും സന്ദേഹപ്പെട്ടു പോകുവാനോ അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കാനോ ഒന്നും ഇടവരരുത്. അതുകൊണ്ട് അത്തരക്കാരെ ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങളൊക്കെ സ്പ്രെഡായി കഴിഞ്ഞപ്പോൾ അത് ഏതേതെല്ലാം രീതിയിലാണ് സ്പ്രെഡായതെന്നും ആളുകൾ ഈ വിഷയത്തിൽ എങ്ങനെയൊക്കെയാണ് ആ സമർപ്പിത ജീവിതത്തിൽ നിൽക്കുന്നവരെ അറ്റാക്ക് ചെയ്തത്, അവരതിനുപയോഗിച്ച ടൂളുകൾ എന്തെല്ലാമാണ്, ഇതൊക്കെ ഞാൻ ചെറിയ തോതിൽ മനസ്സിലാക്കി. അപ്പൊ അതെല്ലാം വെച്ചിട്ടാണ് ആ വാദഗതികളുടെ മുനയൊടിക്കുമാറ് ചില കാര്യങ്ങൾ നമ്മൾ പറയാൻ പോകുന്നത്. അല്ലാതെ ഒരു സമഗ്ര പഠനത്തിലേക്ക് പോവുകയല്ല, ചില കാര്യങ്ങളെ നമ്മൾ ഓടിച്ചോടിച്ച് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇതിങ്ങനെ പറയാനുണ്ടായ സാഹചര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഇവിടെ ഒരു വലിയ വിഷയമുണ്ട്. നമ്മുടെ കൂട്ടത്തിലുള്ള വാത്സല്യ സഹോദരങ്ങളില് വളരെ കുറച്ചു പേര് മാത്രമേ സാമൂഹ്യ മാധ്യമങ്ങൾ കൈകാര്യം ചെയ്യുന്നവരുള്ളൂ. വലിയ പങ്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൊന്നും അങ്ങനെ തലയിടുന്നവരല്ല. അങ്ങനെ ഒരു വലിയ വിഷയമുണ്ട്. അപ്പം ഒരു ചെറിയ കൂട്ടം സാമൂഹ്യ മാധ്യമങ്ങളൊക്കെ കൈകാര്യം ചെയ്യുകയും ശ്രദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നവരുണ്ട്. അവർക്കറിയാം ഈ കഴിഞ്ഞ 2-3 ദിവസം സംഭവിച്ച ആ സംഭവങ്ങൾ. അതായത് കഴിഞ്ഞ ദിവസം ഫിലിപ്പീൻസിലെ ഒരു ഭൂകമ്പം ഉണ്ടായി. അത് റിക്ടർ സ്കെയിലിലെ 8.2 സംതിങ്ങോ മറ്റോ ആണ് കാണിച്ചത്. വലിയ പ്രകമ്പനമായിരുന്നു. അതിനോടനുബന്ധിച്ച് സുനാമിയോ മറ്റൊക്കെ ഉണ്ടായി. അതുപോലെ തന്നെ ഈ അടുത്ത കാലത്ത് എനിക്ക് തോന്നുന്നില്ല പെന്തക്കോസ്ത് സമൂഹത്തിനിടയിൽ ഇതുപോലെ ഒരു സുനാമി അടിച്ചതുപോലെ ഭയങ്കരമായിട്ടൊരു പ്രകമ്പനം ഉണ്ടായത്. നിങ്ങൾ ചിലരിപ്പോൾ ചിന്തിക്കുകയായിരിക്കും, എൻ്റെ ദൈവമേ അങ്ങനെയൊക്കെ ഉണ്ട്, ഞങ്ങളാരും അറിഞ്ഞില്ലല്ലോ എന്ന്. നിങ്ങളാരും ശ്രദ്ധിക്കുന്ന മേഖലകളല്ല അത്. എന്നെ സംബന്ധിച്ച് ഞാൻ 1.5 വർഷമായിട്ടുള്ളൂ ഇതൊക്കെ ശ്രദ്ധിച്ചു തുടങ്ങിയിട്ട്. അതിനു മുമ്പ് ഞാൻ ഇത്തരം കാര്യങ്ങളൊന്നും അങ്ങനെ ശ്രദ്ധിക്കുന്ന ആളല്ലായിരുന്നു എന്ന് നിങ്ങളിൽ പലർക്കും അറിയാം. പക്ഷേ ഇപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കാലഘട്ടത്തിൽ ഒരു ശുശ്രൂഷകൻ എല്ലാ മേഖലയിലും കണ്ണു തുറന്നിരിക്കേണ്ട അവസ്ഥയിലാണ്. സകല മേഖലകളിലും സാധാരണ ഏതെല്ലാം വഴികളിലൂടെയാണ് വിശുദ്ധന്മാരുടെ സമർപ്പണത്തെ തെറ്റിച്ച് കളയുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പൊ ഞാൻ പറഞ്ഞു വന്നതുപോലെ നെടുമ്പുറത്തുള്ള പ്രസിദ്ധനായ ഉപദേശിയും 2-3 പേരും കൂടി ഇരുന്ന് ചർച്ച ചെയ്ത കാര്യം പറഞ്ഞല്ലോ. നിങ്ങൾ ചിലരൊക്കെ ആ വീഡിയോ കണ്ടിട്ടുണ്ട്. അത് യൂട്യൂബിലൊക്കെ വന്നതായതുകൊണ്ട് പലരും കണ്ടിട്ടുണ്ടാവും. മറ്റ് ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ അതിലൊന്നും നിങ്ങൾ ആരും ഇല്ലെങ്കിൽ തന്നെയും യൂട്യൂബ് വഴിയൊക്കെ ഇത് പ്രചരിച്ചിട്ടുണ്ട്. പിന്നെ ഈ വാട്സാപ്പ് വഴിയൊക്കെ പ്രചരിച്ചിട്ടുണ്ട്, കേട്ടിട്ടുണ്ടാകും. അവിടെ ഞാൻ ആ വീഡിയോ ഒന്നും നിങ്ങളെ കാണിക്കുന്നില്ല. അപ്പം
ആ രണ്ടുപേരും അദ്ദേഹത്തോട്, പ്രസിദ്ധനായ ഉപദേശിയോട് ചോദിച്ച ചോദ്യം ഇത്രേ ഉള്ളൂ: കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഇങ്ങനെ ഒരു തീരുമാനത്തിലെത്തിയത് ഒരു അബദ്ധ പഞ്ചാംഗമായി പോയില്ലേ, മഹാമണ്ഡത്തരമായി പോയില്ലേ എന്ന് ചോദിച്ചപ്പോ പുള്ളി പറഞ്ഞത് ഇത്രയേ ഉള്ളൂ: അയ്യോ, പറയാനുണ്ടോ, അബദ്ധം എന്ന് പറഞ്ഞാൽ പോരാ, ഭയങ്കര അബദ്ധമായി പോയി എന്നുള്ളതാണ് അദ്ദേഹം തിരിച്ചു മറുപടി കൊടുത്തത്. അത് കഴിഞ്ഞ് അതൊക്കെയായി ബന്ധപ്പെട്ട ചില വിശദീകരണങ്ങളിലേക്കാണ് പുള്ളി കടന്നത്. അപ്പോൾ ആ വിശദീകരണങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനു മുമ്പ് മറ്റൊരു കാര്യം പെട്ടെന്ന് എൻ്റെ ഉള്ളിൽ വരികയാണ്. അത് ഇങ്ങനെയുള്ള ടോപ്പിക്കുകളൊക്കെ കടന്നു വരുമ്പോൾ അത് ദൈവമക്കളെ ക്ഷീണിപ്പിക്കില്ലേ എന്നൊരു ചോദ്യം വേണമെങ്കിൽ വരാം. ക്ഷീണിപ്പിക്കില്ലേ എന്നൊക്കെ പൊതുവിൽ പറഞ്ഞാൽ അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ വ്യക്തിപരമായി എന്നോട് ചോദിച്ചാൽ നമ്മുടെ കൂട്ടങ്ങളിൽ നിന്നുള്ള ആർക്കും അതിനെ സംബന്ധിച്ച് യാതൊരു ചഞ്ചലിപ്പും ഉണ്ടാകില്ല. കാരണം നാളുകളായി വചനത്തിൽ ഉറച്ചു നിൽക്കുന്ന മനുഷ്യരാണ്. എന്നാൽ പൊതു പെന്തക്കോസ്ത് ലോകം അങ്ങനെയല്ല. അരയും മുറിയും കേട്ടൊക്കെ വന്ന ആൾക്കാർ ധാരാളം ഇതിനകത്തുണ്ട്. രക്ഷ എന്തെന്ന് ആഴത്തിൽ അനുഭവിക്കാതെ സ്നാനപ്പെട്ട് പെന്തക്കോസ്തിന്റെ ഭാഗമായ സമ്മിശ്ര ജാതികളെ പോലെ ജീവിക്കുന്ന ധാരാളം പേര് ഇതിനകത്തുണ്ട്. അത്തരക്കാരൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കുമ്പോൾ ചഞ്ചലിച്ചു പോകും. നമ്മളെ സംബന്ധിച്ച് ഇതെല്ലാം വെല്ലുവിളികളാണ്, തികച്ചും വെല്ലുവിളികളാണ്. ഇനി എന്തെന്തെല്ലാം കേൾക്കാനിരിക്കുന്നു. ഇതൊക്കെ ചെറിയ കാര്യമാണ്. ദൈവശാസ്ത്രപരമായ ഒത്തിരി വിഷയങ്ങൾ, ഇനി തർക്കങ്ങളും വാദങ്ങളും നടക്കാനിരിക്കുകയല്ലേ. യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തെ സംബന്ധിച്ച്, അതുപോലെ ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി സാധിപ്പിച്ചെടുത്ത രക്ഷണീയ പ്രവൃത്തി, ഈ വക വിഷയങ്ങളിലൊക്കെ ചോദ്യചിഹ്നവുമായിട്ട് നമ്മുടെ ഇടയിൽ നിന്ന് തന്നെ ആളുകൾ എഴുന്നേൽക്കുമെന്നേ. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊക്കെ വെറും സില്ലി തിങ്സ് അത്ര തന്നെ. ഈ ആഭരണ വിഷയങ്ങളൊന്നും വലിയ ഗംഭീര വിഷയങ്ങളല്ല. ദൈവശാസ്ത്രപരമായ വിഷയങ്ങളിലാണ് ഇനി ബോംബുകൾ പൊട്ടാനിരിക്കുന്നത്. അതൊക്കെ പൊട്ടി വരുമ്പോഴാണ് നമ്മൾ ഞെട്ടി പോകാൻ പോകുന്നത്. അപ്പം ഞെട്ടേണ്ട ആവശ്യമില്ല. നമ്മൾ ഇതൊക്കെ പഠനത്തിനായിട്ട് എടുക്കുന്നവരാണ്, അല്ലേ? നമ്മുടെ ചുറ്റും ഇങ്ങനെയൊക്കെയുള്ള തർക്കങ്ങളും വാദങ്ങളും പല കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ നമ്മൾ അതിനെയെല്ലാം ഒരു പുഞ്ചിരിയോടുകൂടിയാണ് നേരിടാറ്. അതിനെയെല്ലാം നമ്മൾ പ്രയോജനപ്പെടുത്താറാണ് പതിവ്, അല്ലേ? സകല കാര്യത്തെയും നമ്മൾ പ്രയോജനപ്പെടുത്താറാണ് പതിവ്. അപ്പം ഈ ഇന്റർവ്യൂവിൽ ഇവരിങ്ങനെ സംസാരിച്ചു പോയ കൂട്ടത്തില് അതിന്റെ തുടക്ക സമയത്ത് പറയുന്ന ഒരു കാര്യമാണ്: ആഭരണം ഊരുന്ന ഒരു വ്യവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ, അതായത് നമ്മുടെ ചുറ്റുമുള്ള സകല മനുഷ്യരും പെന്തക്കോസ്തലായേനെ എന്നുള്ളതാണ് വലിയ പാസ്റ്റർ പറയുന്നത്. ആഭരണം ഊരുന്ന അങ്ങനത്തെ ഒരു സിസ്റ്റം പഴയ പെന്തിക്കോസ്തിന് ഇല്ലായിരുന്നെങ്കിൽ ചുറ്റുപാടുമുള്ള സകല മനുഷ്യരും പെന്തിക്കോസ്തലായേനെന്ന്. അതൊക്കെ പറഞ്ഞ് മുന്നോട്ട് വന്ന് അതിന്റെ ഒടുവിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പറയുന്നത്, മർത്തോമ മുതലായ ആ കൂട്ടങ്ങളിൽ നിന്നൊക്കെ ഒരുപാട് പേര് വരാനിരുന്നതാണ്. അങ്ങനെ വരാനിരുന്ന ആളുകളൊന്നും ഇതിലേക്ക് വന്നില്ല, ഇങ്ങനെയൊരു കാര്യം ഉള്ളത് കൊണ്ടെന്നാണ്. അപ്പോൾ ഇവരൊക്കെയായി ബന്ധപ്പെട്ട ആളുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ അവരുടെ അഭിപ്രായ പ്രകടനങ്ങൾ, അവരുടെ കമന്റുകള്, കാര്യങ്ങളും ഒക്കെ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ മനസ്സിലായത് ഇവരെല്ലാം പറയുന്ന ഒരേ നിലയിലാണ്. അതായത് കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്ത് ലോകം ഈ ആഭരണധാരണം എന്ന് പറയുന്നൊരു വിഷയത്തെ മുൻനിർത്തി ഇങ്ങനെ മുന്നോട്ട് പോയില്ലായിരുന്നെങ്കിൽ അനേകർ രക്ഷയിലേക്ക് വന്നേനെ. അനേകരുടെ രക്ഷയെ തടുത്തു കളഞ്ഞൊരു വിഷയമാണിതെന്നാണ് അത്തരക്കാരെല്ലാം പറയുന്നത്. എനിക്കതൊക്കെ കേട്ടിട്ട് ഇവരെന്താ ഈ വിഷയത്തെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നതെന്നോർത്ത് സഹതാപ തോന്നുന്നു. അതായത് കർത്താവ് യേശുക്രിസ്തു പറഞ്ഞ ഞാൻ എൻ്റെ സഭയെ പണിയുമെന്നാണ്. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കില്ലെന്നാണ്. അപ്പൊ പാതാള ഗോപുരങ്ങൾക്ക് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത ഒരു കാര്യം കർത്താവായ യേശുക്രിസ്തു ഏറ്റെടുത്തിരിക്കുകയല്ലേ. അതായത് ദൈവസഭ എന്ന് പറയുന്ന അതിന്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് മാളികമുറിയിൽ. അവിടെ മുതൽ ആരംഭിച്ചിരിക്കുന്ന ആ പണിയോടുള്ള ബന്ധത്തിൽ ഓരോരോ കാലഘട്ടങ്ങളിൽ എന്തെല്ലാം സംഭവിക്കണമെന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന്റെ നിശ്ചയത്തിൽപ്പെട്ട കാര്യങ്ങളാണ്. അവിടെ നിന്ന് നിർണയിച്ചിരിക്കുകയാണ്. ആ നിർണയപ്രകാരമാണ് കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് ആർക്കും ഇടങ്കോലിടാനൊന്നും പറ്റത്തില്ല. ഇനി മറുസൈഡില് ഞാൻ തന്നെ ഒത്തിരി പേരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഇങ്ങനെ രക്ഷയിലേക്ക് വരുവാൻ ആഗ്രഹിച്ചിരുന്ന ആളുകള് പെന്തക്കോസ്തുകാരുടെ ഇടയിൽ ആഭരണധാരണം എന്നൊരു വിഷയം കീറാമുട്ടിയായിട്ട് കിടക്കുകയാണല്ലോ. അതുള്ളതിന്റെ പേരിൽ രക്ഷയിലേക്ക് വന്നില്ലെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? അവർ ശിക്ഷയിൽ തുടരുകയെന്നല്ലേ. ശിക്ഷയിൽ തുടരുകയാണെന്ന് അവർക്ക് ബോധ്യമുണ്ടായിട്ടും അതിൽ തന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ അവരെ ആർക്ക് രക്ഷിക്കാൻ പറ്റും? രക്ഷയിലേക്ക് വരുവാനുള്ള വഴിയും വഴിത്താരയും ഇങ്ങനെയാണെന്ന് മനസ്സിലാക്കിയിട്ടും ആ വഴി തെരഞ്ഞെടുക്കാതെ കേവലം 100 ഗ്രാമിന്റെ ഒരു മാലയോ 1.5 ഗ്രാമിന്റെ ഒരു കമ്മലിന്റെയോ പേരിൽ എനിക്ക് ആത്മരക്ഷ വേണ്ട,
എനിക്ക് പെന്തക്കോസുകാരുടെ കൂട്ടത്തിൽ കൂടി ഒരു ആത്മരക്ഷയെ വേണ്ട, ഞാനിപ്പോ പോകുന്ന പോലെയൊക്കെ അങ്ങ് പൊക്കോളാം, അങ്ങനെയുള്ള രക്ഷയൊക്കെ കിട്ടുവാണെങ്കിൽ അത് മതി എന്ന് ചിന്തിക്കുന്ന ഒരുവൻ അവൻ എന്ത് ദുരന്ത മേഖലയിലായിരിക്കും? ആലോചിച്ചിട്ട് മനസ്സിലാകുന്നില്ല. അതായത് ഈ വാത്സല്യ സഹോദരങ്ങൾ ഇങ്ങനെ പറയാനായിട്ട് അവരെ പ്രേരിപ്പിക്കുന്ന ഘടകം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദീർഘവർഷങ്ങൾ പിന്നിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെന്തക്കോസ്തില് ഈ രക്ഷയും സ്നാനവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ വക വിഷയങ്ങളിൽ സമഗ്രമായ പഠനങ്ങൾ നല്ല രീതിയിൽ വെളിപ്പെട്ടിട്ടില്ല. അതായത് ഒന്ന് പറഞ്ഞ രണ്ടിന് ആൾക്കാർ സ്വർണത്തിന്റെ കാര്യം പറയും. ഇവിടെ സ്വർണവുമായി ബന്ധപ്പെട്ട് സംസാരിക്കേണ്ട കാര്യം ആഭരണങ്ങൾ അഥവാ എക്സ്റ്റേണൽ ഡെക്കറേഷൻസ് എന്നുള്ള വിഷയത്തിനല്ലേ പ്രാധാന്യം? ദൈവത്തിന് സ്വർണത്തോടല്ലോ വിരോധമുണ്ടോ? ഇതൊക്കെ നമ്മൾ മുന്നമേ പറഞ്ഞു വെച്ചിരിക്കുന്നയാ. ദൈവത്തിന് സ്വർണത്തോടോ വെള്ളിയോടോ ചെമ്പിനോടോ ഇരുമ്പിനോടോ തുരുമ്പിനോടോ ഒന്നും ഒരു വിരോധമുള്ള ആളല്ല. പിന്നെ ആഭരണവും രക്ഷയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ആഭരണവും രക്ഷയുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് നമ്മൾ സ്ഥാപിച്ചിട്ടുണ്ട്. വീണ്ടും ഒരിക്കൽ കൂടെ സ്ഥാപിക്കുകയാണ് മലയാളി പെന്തിക്കോസ്ത് കേൾക്കാൻ വേണ്ടിയിട്ട്. ആഭരണവും രക്ഷയുമായിട്ട് ഏത് രീതിയിലാണ് നിങ്ങൾ കണക്ട് ചെയ്യുന്നത്? ഒരു വ്യക്തി എത്ര കിലോ കണക്കിന് ആഭരണം ധരിച്ചു നിൽക്കുകയാണെങ്കിലും ആ വ്യക്തിക്ക് സുവിശേഷം കേൾക്കുന്നതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ? കേൾക്കപ്പെട്ട സുവിശേഷം ഏറ്റെടുക്കാനും ആ സുവിശേഷ പ്രകാരം ഒരു ചുവട് മുന്നോട്ട് വെക്കുവാനും ആരാ അവരെ തടയുന്നത്? അങ്ങനെ കേൾക്കുന്ന സുവിശേഷം അവരെ രൂപാന്തരപ്പെടുത്തുകയാണെങ്കിൽ ആ രൂപാന്തരപ്പെട്ട ആളുകൾ പിന്നത്തേതിൽ ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം. അതല്ലേ അടുത്ത പ്രൊസീജിയർ എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ രക്ഷയുമായി ബന്ധപ്പെട്ട വിശുദ്ധ തിരുവഴുത്തിന്റെ പിൻബലത്തിൽ നമ്മൾ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ്, രക്ഷ തികച്ചും സൗജന്യമാണ്. രക്ഷ തികച്ചും സൗജന്യമാണ്, അൺകണ്ടീഷണൽ ആണ്. അവിടെ ഒരു കണ്ടീഷനും വെക്കുന്നില്ല, തികച്ചും സൗജന്യമാണ്. ആർക്കും രക്ഷ കരസ്ഥമാക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശ് എന്ന് പറയുന്നത് ഗോൽഗോഥായിലാണ്. അതിന്റെ 4 സൈഡും തുറന്നാ കിടക്കുന്നത്. ആർക്കും അടുത്തു വരാം. ക്രൂശിങ്കിലേക്ക് ആർക്കും അടുത്തു വരാം, ആത്മരക്ഷ പ്രാപിക്കാം. യേശുക്രിസ്തുവിന്റെ ജനനത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ അത് പഠിച്ചിട്ടുള്ളവരാണ്. ആ ജനനം സംഭവിച്ച് തൊട്ടടുത്ത സമയത്ത് ആ കുഞ്ഞുമായി ജോസഫും മറിയയും ഒരു കാലിത്തൊഴുത്തിലേക്കാണ് വന്നത്, അഥവാ പശുത്തൊഴുത്തിലേക്ക്. ആ പശുത്തൊട്ടിയിലാണ് കുഞ്ഞിനെ കിടത്തിയത്. അതായത് ആ കാലിത്തൊഴുത്ത് എന്ന് പറയുന്നത് അതിന് 4 സൈഡും തുറന്നല്ലേ കിടക്കുന്നത്. അവിടെ എന്തെങ്കിലും അടച്ചുറപ്പുണ്ടോ? അവിടെ ഏതെങ്കിലും കാവൽക്കാരുണ്ടോ? ഒന്നുമില്ല. രക്ഷകനാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 4 സൈഡും തുറന്നു കിടക്കുകയാണെന്ന് പറഞ്ഞാൽ തെക്ക് നിന്നും വടക്ക് നിന്നും കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും സകല ഭൂസീമാവാസികൾക്കും യേശു ക്രിസ്തുവിലൂടെയുള്ള ആത്മരക്ഷ പ്രാപിക്കാം. അത് തന്നെയാണ് ഗോൽഗോഥായും കാണിക്കുന്നത്. രക്ഷയ്ക്ക് ഈ വക കാര്യങ്ങളൊക്കെ തടസ്സമാണോ? എനിക്കും മനസ്സിലാകുന്നില്ല. എങ്ങനെ നമ്മുടെ പാസ്റ്റേഴ്സിനെയും വിശ്വാസികളെ ഇതൊക്കെ പഠിപ്പിക്കും ധരിപ്പിക്കുന്ന ഒരു പിടിയും കിട്ടുന്നില്ല. അവരുടെ തലയ്ക്കകത്തേക്ക് ഇത് കയറാൻ പാടാണ്. അനേകര് വിശ്വാസ വഴിയിലേക്ക് വരുവാൻ ഇതൊരു തടസ്സമായിന്ന്. അതെങ്ങനെ തടസ്സമാകുമെന്നേ? പെന്തക്കോസ്ത് ഫെലോഷിപ്പുകളിലേക്ക് വരുവാൻ തടസ്സമായി എന്ന് പറഞ്ഞാൽ ന്യായമാണ്. നിങ്ങൾ പെന്തക്കോസ്ത് ഫെലോഷിപ്പുകളിലേക്ക് വരണ്ട. നിങ്ങൾ സൗജന്യമായി ലഭിക്കുന്ന ഈ രക്ഷ അത് കരസ്ഥമാക്കുക, രക്ഷിക്കപ്പെടുക. അടുത്തപടി ഇങ്ങനെ ഈ ആഭരണധാരണമൊക്കെയായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇത്തരം കൂട്ടങ്ങളിലേക്ക് നിങ്ങൾ വരാതെ ആഭരണം ധരിക്കുന്ന വേറെ കൂട്ടങ്ങളില്ലേ, അത്തരം കൂട്ടങ്ങളിലേക്ക് പോയിക്കൊള്ളുക. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് ഇതൊന്നും ഒരു തടസ്സമല്ല, ചുമ്മാ മുട്ടായുക്തിയായി പറയുന്നത്. വെറും മുട്ടായുക്തി, ലോക മണ്ടത്തരല്ല, വിഡ്ഢിത്തമായി പറയുന്നത്. വിഡ്ഢിത്തമല്ലേ പറയുന്നത്? ഇപ്പൊ എന്റെ കാര്യം എടുക്കാം. ഞാൻ ഈ രക്ഷയിലേക്ക് വരുന്ന സമയത്ത് ഈ പറയുന്ന ആഭരണമൊക്കെ എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാനൊരു പെന്തിക്കോസ് പാസ്റ്ററുടെ പ്രസംഗം കേട്ട് രക്ഷയിലേക്ക് വന്ന ആളല്ല. ഞാൻ ആ രക്ഷയിലേക്ക് വന്ന നിമിഷങ്ങൾ ഇന്നെന്ന പോലെ ഓർക്കുന്നു. പലപ്പോഴും നിങ്ങളുടെ നടുവിൽ പങ്കുവെച്ചിട്ടുണ്ട്. ആ സമയത്ത് ആഭരണത്തെക്കുറിച്ചോ പെന്തിക്കോസുകാരെ കുറിച്ചോ ഒന്നിനെ കുറിച്ച് ഞാൻ ചിന്തിച്ചിരുന്നില്ല. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ ഞാൻ അനുഭവിക്കുകയായിരുന്നു. യേശു ക്രിസ്തു എന്ന രക്ഷകൻ എനിക്ക് അനുഭവവേദ്യനായി തീർന്നു. ആ രക്ഷ ഞാൻ ആസ്വദിച്ചു. അടുത്തടുത്ത ദിനങ്ങളില്, അടുത്തടുത്ത ആഴ്ചകളില് 1-2 മാസം എങ്ങാണ്ട് മുന്നോട്ട് പോയെന്ന് എനിക്ക് തോന്നുന്നത്. അത്രയും സമയത്തിനുള്ളിൽ സ്വർഗത്തിലെ ദൈവം എന്നെ യഥാസ്ഥാനപ്പെടുത്തി. വിശ്വാസ വഴിയിൽ കൃത്യമായി ബോധ്യങ്ങളെ തന്ന് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിക്കാനിടയായി. ആ സമയത്തും ഞാന് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച ആ വ്യവസ്ഥാപിത പെന്തിക്കോസ്ത് ചർച്ചിലെ പാസ്റ്ററോ അവിടുത്തെ മറ്റു വിശ്വാസികളോ ഒന്നും എന്നോട് ആഭരണത്തെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടിയില്ല. അങ്ങനെ ഒരു ടോപ്പിക് എന്നോട് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ ഉള്ളത്തിൽ ദൈവത്തിന്റെ ആത്മാവ് മന്ത്രിച്ചു. എനിക്ക് ബോധ്യം ലഭിച്ചു. പെന്തക്കോസുകാരുടെ ഇടയിൽ ഇന്ന രീതികൾ ഉണ്ടെന്നൊന്നും എനിക്ക് അറിയാവുന്ന ആളല്ല. പെന്തക്കോസിന്റെ ചിട്ടവട്ടങ്ങളോ
ഇതിനകത്ത് IPC, AG, ഷാരോൻ ഇങ്ങനെയൊക്കെയുള്ള പേരിലുള്ള പരിപാടികൾ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ലാത്തയാളാ. എനിക്കതൊന്നും അറിയില്ല. ഞാനിതൊന്നുമായിട്ട് അങ്ങനെ സഹകരിച്ച് ജീവിച്ചിരുന്ന ആളല്ല. അപ്പൊ ഞാൻ വിശ്വാസ വഴിയിലേക്ക് വന്നു. ഇതൊന്നും എനിക്ക് തടസ്സമായില്ലെന്നേ പറഞ്ഞു വരുന്നത്. എന്നെ പോലെ എത്രയോ ആയിരക്കണക്കിന് ആൾക്കാർ വിശ്വാസ വഴിയിലേക്ക് വന്നിട്ടുണ്ട്. അവർക്ക് ആർക്കും ഈ ആഭരണം ഒന്നും കീറാമുട്ടിയല്ല. ഈ അഭിഷേകം നഷ്ടപ്പെട്ട ശൗലുമാരെന്ന് പറയുന്ന തരത്തിലുള്ള കുറെ ഉപദേശിമാര് പെന്തിക്കോസിലുണ്ട്. ഞാൻ ആരെയും കുറ്റപ്പെടുന്നതല്ല കേട്ടോ. ഇനി ഞാൻ ആളുകളെ ക്രിട്ടിസൈസ് ചെയ്തൊന്നും നിങ്ങൾ നാളെ പറഞ്ഞേക്കരുത്. ഞാനൊരു യാഥാർത്ഥ്യം പറഞ്ഞതാ, പച്ചയായ യാഥാർത്ഥ്യം. അഭിഷേകം നഷ്ടപ്പെട്ട ഒത്തിരി ശൗലുമാരുണ്ട്. അവരെന്തൊക്കെ പറയുമെന്നോ എന്തൊക്കെ ചെയ്യുമെന്നോ തമ്പുരാന് മാത്രമേ അറിയൂ. വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ അപ്പുറമുള്ള പല കാര്യങ്ങളും അവർ ചെയ്യും. അപ്പൊ സൗരങ്ങളെ ഞാൻ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ. ഇവര് പറയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ല ഈ വിഷയത്തോടുള്ള ബന്ധത്തിൽ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. രക്ഷയും ആഭരണധാരണവുമായിട്ടൊരു ബന്ധവുമില്ല. ഏത് മർത്തോമക്കാരനും CSI കാരനും ഓർത്തഡോക്സുകാരനും കത്തോലിക്കനും നിരീശ്വരവാദിക്കും യേശു ക്രിസ്തുവിനോടുള്ള രക്ഷ കരസ്ഥമാക്കാം. മുന്നോട്ട് വരുമ്പോൾ ചില കാര്യങ്ങളൊക്കെ പറയും. രക്ഷയോടുള്ള ബന്ധത്തിൽ സുവിശേഷം അറിയിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് പ്രസംഗിക്കുന്നത്, അല്ലേ? ഒരുവനെ രക്ഷയിലേക്ക് നയിക്കാൻ വേണ്ടി ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കും. അതായത് നിർമ്മലമായ സുവിശേഷം അറിയിക്കുമ്പോൾ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെയാണ് അവിടെ ഉയർത്തുന്നത്. അതതിന്റെ ആഴത്തിൽ പറഞ്ഞു കൊണ്ടുവരും. അങ്ങനെ ആ കാര്യങ്ങൾ പറഞ്ഞു കൊണ്ടുവരുമ്പോൾ ഒരു കണ്ടീഷനും വെക്കുന്നില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരുവനോട് ആരെങ്കിലും പറയുന്നുണ്ടോ, ബ്രദർ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിന്നെ രക്ഷിക്കാമെന്ന് ആരെങ്കിലും പറയുന്നുണ്ടോ? അനുദിന ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിച്ചാൽ നിനക്ക് രക്ഷയുണ്ട്. നീ ദിനേനെ നുകത്തിൻ കീഴിലേക്ക് വരണം, എങ്കിൽ നിനക്ക് രക്ഷ ലഭിക്കും. ഇങ്ങനെയൊന്നും അല്ല പറയുന്നത്. ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, ആത്മരക്ഷ അവന്റെ കണ്ണിന് മുമ്പിൽ വരച്ചു വെക്കുകയാണ്. രക്ഷകനെ അവതരിപ്പിക്കുകയാണ്. പാപത്തിന്റെ ബഹുലതയെ അവനെ ഓർമ്മിപ്പിക്കുകയാണ്. ഭയാനകമായ ന്യായവിധി, അതായത് ഉയരത്തിൽ നിന്നുള്ള തീയ, ദൈവ കോപാഗ്നി ബലിപീഠത്തിലേക്ക് വന്ന് വീഴുകയാണ്. യാഗമൃഗം കത്തി അമരുകയാണ്. കാൽവറിയിലെ ക്രൂശ് എന്ന് പറയുന്ന ബലിപീഠത്തിലേക്ക് ഉയരത്തിലെ തീ വന്ന് വീഴുകയാണ്. ഇതവന്റെ കണ്ണിന്റെ മുമ്പിൽ കാണിച്ചു കൊടുക്കുകയല്ലേ? ഇവിടെ എന്തെങ്കിലും കണ്ടീഷൻ പറയുന്നുണ്ടോ മിസ്റ്റർ? ഇവിടെ ഒരു കണ്ടീഷനും പറയുന്നില്ലെന്നേ. അവൻ രക്ഷയെ ആസ്വദിച്ച് മുന്നോട്ട് വരികയല്ലേ? അങ്ങനെ മുന്നോട്ട് വന്ന ആ വ്യക്തി വിശ്വാസ സ്നാനത്തിന് സ്റ്റെപ്പ് വെക്കുമ്പോഴാണ് നമ്മൾ പറയുന്നത് ഇരുന്ന് നമുക്കൊന്ന് കണക്ക് കൂട്ടി നോക്കാമെന്ന്. നമുക്ക് ഇരുന്നൊന്ന് കണക്ക് കൂട്ടി നോക്കാം, എന്നിട്ട് നമുക്ക് സ്നാനത്തിന് തയ്യാറാകാം. അങ്ങനെയല്ലേ? ഇരുന്ന് നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. അങ്ങനെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമുക്ക് ഇറങ്ങാം. അതായത് വാസ്തവമായി രക്ഷിക്കപ്പെട്ടു വരുന്ന ഇങ്ങനെയുള്ള വ്യക്തികളോട് ഇരുന്ന് കണക്ക് കൂട്ടി നോക്കാമെന്നോ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുമ്പോൾ ഇനിയ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ അവര് ചെവി വട്ടം പിടിച്ചു കേൾക്കും. ഈ ഗുണപ്പെടാതെ വരുന്ന ആളുകളെ ഇട്ട് അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി കളിക്കുന്ന പാസ്റ്റർമാരാണ് ഇതെല്ലാം കീറാമുട്ടിയാക്കുന്നത്. അഭിഷേകം നഷ്ടപ്പെട്ട ശൗലുമാര്. അത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടക്കുന്നവരെ ജീവിപ്പിക്കുന്നതാണ് സുവിശേഷം. അങ്ങനെയല്ലേ? ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വമെങ്കിലും രക്ഷിക്കപ്പെടുന്നവർക്ക് ദൈവശക്തിയാണ്. ക്രൂശിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അവിടെ ദൈവശക്തി ഉരുത്തിരിഞ്ഞു വരും. പാപിയായ വ്യക്തി ആ വചനത്തിന് മുമ്പാകെ അവൻ ക്രൂശിന്റെ ദർശനത്തിലേക്കാണ് വരുന്നത്. അവൻ ഭയന്നു പോകും. ഭയാനകമായ ന്യായവിധിയാണ് കണ്ണിന്റെ മുമ്പിൽ കാണുന്നത്. അവൻ അവിടെ 100 ഗ്രാമിന്റെ മാലയോ 500 ഗ്രാമിന്റെ കമ്മലോ ഒന്നും അവൻ ചിന്തിക്കുന്ന പോലുമില്ലെന്നേ. അവനോ അവളോ ചിന്തിക്കുന്നില്ല. എങ്ങനെ ചിന്തിക്കും? ആ ഭയാനകമായ ന്യായവിധി എന്റെ മേലെങ്ങാനും വീണായിരുന്നെങ്കിൽ എന്റെ കമ്മല് കത്തിപ്പോകുമായിരുന്നോ എന്നൊന്നും അല്ല അവര് ചിന്തിക്കുന്ന നേരം. അവരെ വലിച്ചുകൊണ്ടിരിക്കുകയാണ് പാവം. എങ്ങോട്ടാ? വെള്ള സിംഹാസനത്തിലേക്ക്. അവിടെ കൊണ്ട് തീരുന്നില്ല. അവിടെ നിന്ന് അവനെ ദൂതന്മാർ തൂക്കിയെറിയും ലേക്ക് ഓഫ് ഫയറിലേക്ക്. അതാണ് അവനെ കാത്തിരിക്കുന്ന കാര്യം. അങ്ങനെ ഒരു സ്ഥാനത്തേക്ക് പോകണ്ട. അവന് പകരക്കാരനായി ക്രിസ്തു ആ ശിക്ഷ ഏറ്റെടുത്തെന്നുള്ളതാണ്. പാപം എന്നുള്ള വിഷയമൊക്കെ ആഴത്തിൽ പഠിക്കണം. അതൊക്കെ പഠിക്കാത്തവൻ മാലയും കമ്മലിന്റെയും കഥ പറഞ്ഞു വരുമ്പോ അത് സോഷ്യൽ മീഡിയയിലിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിക്കളിച്ചിട്ട് ഒരു കാര്യമില്ല. പാപത്തിന് കൊടുത്ത വില എത്ര ആഴമെന്ന് മനസ്സിലാക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളെ ബോധ്യപ്പെട്ട ഒരാൾ നാവ് ചലിപ്പിക്കില്ല ഇങ്ങനെയുള്ള വിവരക്കേടുകളൊക്കെ പറയാനായിട്ട്. സഹോദരങ്ങളെ, ഇടയ്ക്ക് കയറി മറ്റൊരു കാര്യം പറയട്ടെ. അതായത് നമ്മുടെ ആളുകളെല്ലാം ഈ വീഡിയോ കണ്ടിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത് പ്രചരിപ്പിച്ചതിന്റെ പിന്നില് ഇദ്ദേഹം ഇത് ആഭരണത്തെ കുറിച്ച് പറയുന്നു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞാണ്. എന്നെ സംബന്ധിച്ച് ഈ പറയപ്പെട്ട മേൽപ്പടിയാൻ ഉപദേശി
കാലങ്ങൾക്ക് മുമ്പേ ഈ വിഷയങ്ങളൊക്കെ പറയുന്നയാളാണ്. ഞാൻ ദൈവവചനം അഭ്യസിച്ച ദൈവദാസനിൽ നിന്ന് നേരിട്ട് കേട്ടിട്ടുള്ള കാര്യമാണ്. ഇദ്ദേഹത്തിന്റെ കയ്യില് ഇദ്ദേഹത്തിന്റെ തുടക്ക സമയം മുതലേ കുരുത്തക്കേടുകൾ ഒത്തിരി ഉണ്ടായിരുന്നയാളാണ്. ആ കുരുത്തക്കേടുകളിൽ അദ്ദേഹം വളർന്നു വന്നു, ശുശ്രൂഷയിൽ മുന്നോട്ട് വന്നു, ഏതോ കൂട്ടത്തിന്റെ പ്രസിഡന്റോ സെക്രട്ടറിയോ എന്തൊക്കെയോ ആയി വന്നു. അങ്ങനെ പോയി തലമുടിയൊക്കെ നരച്ചു. ഇപ്പോ അദ്ദേഹം അസ്ഥാനത്ത് അസമയത്ത് ശത്രുക്കളുടെ കയ്യിലെ കോടാലിക്കൈയായിട്ട് മാറിയിരിക്കുകയാണ്. ഇങ്ങനെ ഇപ്പോ ഈ വിവരദോഷം പറഞ്ഞ നിമിത്തം പൊതു പെന്തിക്കോസിനുണ്ടാകുന്ന ദോഷം എന്താണെന്ന് അറിയാവോ? അതായത് ഈ സമൂഹത്തിന്റെ നാശം കാണാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആളുകൾ വെളിയിലുണ്ട്. അവരെല്ലാം പറയുന്ന കാര്യം എന്താണെന്നറിയാവോ? കണ്ടോ, കാലങ്ങളായി ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ ഇപ്പൊ നിങ്ങളുടെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഉപദേശി, അതായത് ആദരണീയനായ ഉപദേശി, അങ്ങേരുടെ വാളിന്റെ തൈലാഭിഷേകം എന്നേ പോയതാന്നുള്ളത് പുറത്തുള്ളവർക്ക് അറിയില്ലല്ലോ. അപ്പം ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? അടുത്ത് ഓരോന്നും ഇവര് തിരുത്തി പറയും. അതായത് ശിശുസ്നാനം തെറ്റാണെന്നൊക്കെ പറഞ്ഞ് എത്ര കുടുംബങ്ങൾ ഇവര് കലക്കി. അനേക സ്ത്രീകളുടെ മിന്ന് കെട്ടിയ മിന്ന് പറിച്ചു കളയിപ്പിച്ചവരല്ലേ ഇവര് കുറച്ചും കൂടെ കഴിയുമ്പോൾ ഇതിനെല്ലാം മിയാക്കുൾപ്പ പറഞ്ഞുകൊണ്ട് വരും. അതാണ് മറ്റവര് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങേരുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റയ്ക്ക് എന്തോ കുഴപ്പം പറ്റി. ഇങ്ങേര് അസ്ഥാനത്തല്ലേ ഈ കാര്യം പറയുന്നത്. ഇങ്ങേരുടെ ചർച്ചുമായി ബന്ധപ്പെട്ട ഒരു സഹോദരൻ ഇന്ന് നമ്മുടെ ഒരു സൈറ്റിൽ വന്നൊരു കമന്റ് എഴുതി. അദ്ദേഹത്തിന്റെ ചർച്ചിലുള്ള ആളുകളൊക്കെ തന്റെ സ്വന്തക്കാരാണ്, ആ ആളുകളൊന്നും ആഭരണം ഉപയോഗിക്കുന്നില്ല. അത് ഭയങ്കര തമാശയായി പോയില്ലോ എന്ന് പറഞ്ഞു ഞാൻ അദ്ദേഹത്തോട്. ഈ മേൽപ്പടിയാൻ ഉപദേശിയുടെ ചർച്ചിലുള്ള ഇദ്ദേഹത്തിന്റെ സ്വന്തക്കാർ ആരും ആഭരണം ഉപയോഗിക്കുന്നില്ലെന്ന്. അതെന്നെ അവിടെ ആഭരണം ഉപയോഗിച്ചു കഴിഞ്ഞാൽ എല്ലാവരും വെടിവെച്ച് കൊല്ലുവോ? എത്രയോ കാലങ്ങളായിട്ട് ആഭരണം ധരിക്കുന്നതിനെ കുറിച്ച് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവരൊന്നും ആഭരണം ധരിക്കാത്തതിന്റെ കാരണം എന്നാ? ഈ കാര്യപരിപാടി ഒരു അബദ്ധ പഞ്ചാംഗമാണെന്നല്ലേ പുള്ളി പറഞ്ഞത്. തികച്ചും അബദ്ധമായി പോയി, മഹാമണ്ഡത്തരം. വചനത്തിലില്ല, അപ്പോസ്തലികമാണോ, പുതിയ നിയമത്തിൽ ഒരു വാക്യമുണ്ടോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ചർച്ചിലുള്ള ആളുകളെ അദ്ദേഹത്തിന് ബോധവൽക്കരിക്കാനായിട്ട് കഴിഞ്ഞില്ല എന്ന് പറയുന്ന ഒരു ദുരന്തമല്ലേ? ഈ കാണായ കാലം മുഴുവൻ 40-50 കൊല്ലം ശുശ്രൂഷിച്ചു എന്ന് പറയുന്ന അദ്ദേഹത്തിന് തന്റെ സ്വന്തം സഭയെ ഈ അബദ്ധത്തിൽ നിന്ന് വിടുവിക്കാനായിട്ട് കഴിഞ്ഞില്ല. തന്റെ കൂട്ടായ്മയിലുള്ള ആളുകളെല്ലാം മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, മുഖ്യധാര എന്ന് ഞാൻ ഉദ്ദേശിച്ച് കാത്തലിക്, ഓർത്തഡോക്സ്, മർത്തോമ, CSI ഇത്യാദി ഗ്രൂപ്പുകളിലെ സിസ്റ്റത്തോട്, രീതിയോട് കൊണ്ടുവരുവാനായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞില്ല. അദ്ദേഹം തികച്ചും പരാജയമല്ലേ? അങ്ങനെയാണെങ്കിൽ പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ദീനരോധനങ്ങളാണ് ഇതൊക്കെ. പരാജയപ്പെട്ടു പോയ ഒരു മനുഷ്യന്റെ ദീനരോധനങ്ങൾ മാത്രമായിട്ടേ ഞാനിതിനെ വില കൽപ്പിക്കുന്നുള്ളൂ. അല്ലാതെ ഇതിനൊന്നും ഒരു ഗൗരവം ഇല്ലെന്നേ, ഒരു ഗൗരവം ഇല്ല. ചുമ്മാ മണ്ടത്തരമൊക്കെ പറയുന്നത്. അങ്ങനെയുള്ള ചർച്ചിലെ വിശ്വാസികളെയൊക്കെ വിളിച്ചിരുത്തിയിട്ട് നമ്മൾ സാധാരണ പറയുന്ന പോലെ ക്രൂശിനെ മുൻനിർത്തിക്കൊണ്ട് സുവിശേഷം പ്രസംഗിച്ചു കഴിഞ്ഞാൽ കൂട്ടമാനസാന്തരം ഉണ്ടാകും എന്നുള്ളതാണ് എന്റെ വിശ്വാസം. നെടുമ്പുറം IPC ചർച്ചിന്റെ പ്ലാറ്റ്ഫോമിൽ ക്രൂശിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ പ്രസംഗിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അവിടെ കൂട്ടമാനസാന്തരങ്ങൾ ഉണ്ടാവും. അങ്ങനെ മാനസാന്തരപ്പെട്ട നിശ്ചയമായി അവരെ സ്നാനപ്പെടുത്തേണ്ടതുണ്ട് കേട്ടോ. മാനസാന്തരപ്പെടാത്തതിനെയൊക്കെ പിടിച്ച് സ്നാനപ്പെടുത്തി അങ്ങനെ ഇത്രയും കാലം കൊണ്ടു നടന്നു. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കാൻ പറ്റുന്നത്. കുറ്റം പറയുന്നതല്ല, തെറ്റിദ്ധരിക്കല്ലേ. അദ്ദേഹം ഈ സങ്കടപൂർവ്വം പറഞ്ഞ കാര്യം കഴിഞ്ഞ നാളുകളിൽ അനേകരുടെ രക്ഷയെ തടസ്സപ്പെടുത്തിയ ഒരു കാര്യമല്ലേ അത്. ആ കാര്യം നെടുമ്പുറത്ത് പോലും അദ്ദേഹത്തിന് വേണ്ട വിധത്തിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. ഇനി അദ്ദേഹം IPCയുടെ ലേബലിൽ നിൽക്കുന്നത് കൊണ്ടാണ് ആ തടസ്സം സംഭവിച്ചതെങ്കിൽ അദ്ദേഹത്തിന്റെ മരുമകൻ എറണാകുളം ജില്ലയിലെ കോതമംഗലം എന്ന് പറയുന്ന സ്ഥലത്തുണ്ടല്ലോ, അവിടെ ഒരു കുത്തഴിഞ്ഞതുപോലത്തെ ചർച്ച ആ മരുമകൻ നടത്തുന്നത്. തികച്ചും കുത്തഴിഞ്ഞൊരു ചർച്ച്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഫാർ ബെറ്റർ ആണ് നമ്മുടെ തങ്കു സാറിന്റെ ഒക്കെ ചർച്ച്. ഫാർ ബെറ്ററാ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അപ്പൊ ആ മരുമോനെ പോലെ ഇദ്ദേഹത്തിന് നെടുമ്പുറത്തൊരു ചർച്ച നടത്താൻ മേലെ. IPC AG ചാരനൊന്നും വേണ്ടെന്നേ. ഇദ്ദേഹമൊക്കെ രംഗത്ത് ഇറങ്ങി നിന്ന് കഴിഞ്ഞാൽ ലക്ഷക്കണക്കിന് ആളുകൾ രംഗത്തേക്ക് വരില്ലേ? നെടുമ്പുറം, തലവടി, അതുപോലെ ചക്കുളത്തുകാവ്, അവിടെയുള്ള എല്ലാ ആൾക്കാരും ഇദ്ദേഹത്തിന്റെ കൂട്ടായ്മയിലേക്ക് എരച്ചു വരും. ട്രാഫിക് ജാം ഉണ്ടാവും അവിടെ, ഭയങ്കരമായ ട്രാഫിക് ജാം ഉണ്ടാവും. അത്ര ഭയങ്കര ജനത്തിരക്കും കൂട്ടയിടിയായിരിക്കും. ഇദ്ദേഹം ആ ലേബലിൽ നിന്നു എന്നുള്ളതല്ലേ ശരിക്കും അബദ്ധ പഞ്ചാംഗമായി പോയത്. ഇദ്ദേഹം ആ ലേബലൊക്കെ വിട്ട് പുറത്തിറങ്ങി വന്നിട്ട് അദ്ദേഹത്തിന്റെ ശിഷ്യനായ തങ്കു സാറിനെയും കൂടെ കൂടണം. തങ്കു സാറിനെ, അദ്ദേഹത്തിന്റെ ശിഷ്യനായ നമ്മുടെ ബഹുമാനായ തങ്കു സാറ് അദ്ദേഹത്തെയും കൂടെ കൂടണമായിരുന്നു. കൂടെ കൂട്ടിയിട്ട് അവരെ ഐക്യതയോടെ ഒരുമിച്ച് നിൽക്കണമായിരുന്നു. നിന്നായിരുന്നെങ്കിൽ മലയാളക്കര കീഴ്മേൽ മറിഞ്ഞേനെ. മൊത്തത്തിൽ അബദ്ധവാ.
ഇനി പറഞ്ഞിട്ടല്ല കാര്യമുണ്ടോ? ഇനിയാണേലും ദിവംഗതനാകുന്നതിന് മുമ്പ് കുറച്ചു കാലം ഉണ്ടാവുമല്ലോ, ആ കാലത്തെങ്കിലും അദ്ദേഹം ഒരു സ്റ്റെപ്പ് വെക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. അദ്ദേഹം ഈ 3 അക്ഷരത്തിൽ നിന്നൊക്കെ പുറത്തു വന്ന് നമ്മുടെ തങ്കുസാറിനും അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ കൂട്ടാളികളുണ്ടല്ലോ, അവരെല്ലാമായിട്ട് ഒരു മുന്നേറ്റം തന്നെ നടത്തി കഴിഞ്ഞാൽ മലയാളക്കരയിലെ ക്രൈസ്തവ ലോകം ഒരു പ്രകമ്പനം തന്നെയായിരിക്കും. അത് വലിയ മലവെള്ളം ഒഴുകി വരുന്ന പോലെ ജനം ഒഴുകി വരും. ഇപ്പൊ ആളുകൾ വരാത്തതിന്റെ കാരണം ആ 3 അക്ഷരത്തിന്റെ ബോർഡ് അവിടെ ഇരിക്കുന്നതുകൊണ്ടാണ്. ആ 3 അക്ഷരം എടുത്ത് പമ്പയാറ്റിലിടണമെന്നേ, പമ്പയാറ്റിലിട്ടിട്ട് അദ്ദേഹം ഒരു പുതിയ ആരംഭം കുറിക്കണം. അതാണ് പറയാനുള്ളത്. അത് ഞാൻ ഇടയ്ക്ക് കയറി പറഞ്ഞതാണ്. അപ്പൊ ഇവിടെ സംസാരത്തിലുണ്ടല്ലോ, പിന്നെ താഴേക്ക് വരുമ്പോൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇദ്ദേഹത്തിന് മുമ്പിൽ ഇന്ന് രണ്ടുപേരും, ആ രണ്ടുപേരെയും കാണുമ്പോൾ നമുക്ക് ചിരിയാ വരുന്നത്. അതിൽ ചോദ്യമൊക്കെ ചോദിക്കുന്ന ഒരാളുണ്ട്. അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണത്തിന് പ്രധാന പ്രസംഗം നടത്തിയത് CSIയിലെ ഒരു ബിഷപ്പാണ്. ആ ഒരു ബിഷപ്പ് എന്ന് പറഞ്ഞാൽ റാന്നിയിൽ വന്ന് പ്രസംഗിച്ച ഒരു ബിഷപ്പില്ലേ, ആ ബിഷപ്പാണ്. എനിക്ക് അത്ഭുതം തോന്നുക, ഇവരൊക്കെ പെന്തക്കോസിലെ കേമന്മാരാന്ന് പറഞ്ഞ് നടക്കുന്നവരാണ്. ആ ബിഷപ്പ് അവിടെ വന്ന് പ്രസംഗിക്കുക എന്ന് പറയുമ്പോൾ ഇതൊരു ആത്മീയ ശുശ്രൂഷയല്ലേ? ആ ആത്മീയ ശുശ്രൂഷയിൽ പെന്തക്കോസ്തുകാര്, വിശേഷിച്ച് ഇവരെല്ലാം IPCക്കാരാണ്. ഇവര് പായിടണമെങ്കിൽ അഭിഷേകം വേണമെന്ന് പറയുന്നവരാണ്, കുഴി കുഴിക്കണമെങ്കിൽ അഭിഷേകം വേണമെന്ന് പറയുന്നവരാണ്, കിണറ്റിൽ നിന്ന് വെള്ളം കോരണമെങ്കിൽ അഭിഷേകം വേണമെന്ന് പറയുന്നവരാണ്. മൊത്തത്തിൽ അഭിഷേകത്തിന്റെ ആൾക്കാരാണ്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ ടീച്ചിങ് അനുസരിച്ച് ഈ ബിഷപ്പും മെത്രാനും ഒക്കെ യേശുക്രിസ്തുവിലൂടെയുള്ള നീതീകരണം പ്രാപിച്ച് വിശ്വാസ സ്നാനത്തിന് ഇറങ്ങിത്തിരിച്ച് ആത്മസ്നാനം പ്രാപിച്ച ആളുകളാണോ? അതായത് അഭിഷേകതയിലും തലയിൽ വീണവരാണോ എന്ന്? അവരുടെ മേൽപ്പട്ടക്കാർ അവരുടെ തലയിൽ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ എണ്ണയുടെ കാര്യമല്ല ഞാൻ പറഞ്ഞത്. നമ്മള് ഒരു ആത്മീയ ശുശ്രൂഷ നടത്തുമ്പോൾ അവിടെ അഭിഷേകം പ്രാപിച്ചവരല്ലേ ആ ശുശ്രൂഷ ചെയ്യേണ്ടത്. അല്ലാത്ത ആളുകൾ എങ്ങനെയാ ആ ശുശ്രൂഷയിൽ ഏർപ്പെടുന്നത്? എന്റെ ഭാര്യ അന്ന് പറഞ്ഞു, നിങ്ങൾക്കൊരു വെള്ളക്കുപ്പായിട്ടുണ്ട് പോകാൻ മേലെ, പെന്തിക്കോസുകാരുടെ കല്യാണമല്ലേ. അപ്പൊ ഞാൻ ആ പെണ്ണ് കെട്ടിച്ച അച്ചക്കുഞ്ഞിന്റെ മോള് ഭർത്താവിനെ അനുസരിക്കണം, ഭാര്യ പറയുന്നത് കേൾക്കണമെന്ന് പറയാനായിട്ട് ഞാനൊന്ന് പറഞ്ഞത്. അപ്പൊ എന്നോട് ഒതുക്കത്തിൽ പറഞ്ഞു, റാന്നി വരുമ്പോൾ ഒരു വെള്ളം ഇട്ടുകൊണ്ട് വന്നാൽ നല്ലതാകട്ടോ. അപ്പൊ സൗരങ്ങളെ, നിങ്ങളുടെ ആരുടെയെങ്കിലും മക്കളുടെ കല്യാണത്തിന് ഏതെങ്കിലും മെത്രാനെയോ ബിഷപ്പിനെയോ കാതോലിക്കയോ ഒക്കെ വിളിച്ചിട്ട് നിങ്ങൾ പ്രസംഗിപ്പിക്കുകയോ പ്രാർത്ഥിപ്പിക്കുകയോ എന്തെങ്കിലും ചെയ്യുവോ? നമ്മളാരും പ്രസിദ്ധരൊന്നുമല്ല. നമ്മളാരും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് പോകില്ല. കാരണം അവര് വ്യത്യസ്തമായ ഒരു ലോകത്ത് ജീവിക്കുന്നവരാണ്. ഈ മെത്രാന്മാരൊക്കെ. നമ്മൾ ഈ മെത്രാന്മാരെയും മറ്റുള്ള ആളുകളെയൊക്കെ ബഹുമാനിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ പ്രായം, അവരുടെ പദവികളൊക്കെ വെച്ച് നമ്മൾ അവരെയൊക്കെ ബഹുമാനിക്കുന്നുണ്ട്. നമ്മൾ ഇവരെയൊന്നും അപമാനിക്കാനൊന്നും പോകുന്നില്ല. പക്ഷെ കാര്യത്തോടടുത്ത് വരുമ്പോ ആത്മീയ ശുശ്രൂഷകളോടൊക്കെയുള്ള ബന്ധത്തിൽ നമുക്ക് അഭിപ്രായങ്ങളുണ്ട്, ബോധ്യങ്ങളുണ്ട്. അതാണ് പറഞ്ഞത്. ഈ കാര്യം പറഞ്ഞ അദ്ദേഹത്തിന്റെ തൊട്ടുപ്രേ ഈ വ്യാജ പ്രവാചകന്മാരെ എല്ലാം ഇന്റർവ്യൂ ചെയ്യുന്ന അടുത്ത കക്ഷി തൊട്ടുപ്രേ ഇരിപ്പുണ്ട്. അദ്ദേഹം ആ പ്രവാചകനോട് പറഞ്ഞ ഒരു കാര്യം പെൻഡിങ്ങിൽ ഇരിക്കുക. അതായത് ബൈബിൾ തുറന്ന എവിടെ അനുഗ്രഹമാണ്, അപ്പം അതുകൊണ്ട് അനുഗ്രഹം പ്രസംഗിക്കാം, അതുകൊണ്ട് മെറ്റീരിയൽ ബ്ലെസ്സിങ്ങിനെ കുറിച്ച് പറയാമെന്നൊക്കെയുള്ള പുള്ളിയുടെ ആ ഒരു ആശയമുണ്ടല്ലോ. അതായത് പ്രോസ്പെറിറ്റി തിയോളജി, ആ കാര്യത്തെക്കുറിച്ച് അത് നമ്മൾ പെൻഡിങ് വെച്ചിട്ടുണ്ട്. അവരുടെ എല്ലാം ഗുരുവായ ബാംഗ്ലൂരിലുള്ള ഉപദേശി ആ കാര്യം പറഞ്ഞത് നമ്മൾ കേട്ടതാണ്. അതായത് അനുഗ്രഹം എന്നുള്ളൊരു വിഷയത്തോടുള്ള ബന്ധത്തിൽ കഷ്ടങ്ങൾ ക്രിസ്തീയ ജീവിതത്തിൽ ഇല്ലെന്ന് പറഞ്ഞത്. അപ്പൊ ഇതെല്ലാം ചേർത്ത് വെച്ചിട്ട് നമ്മൾ അതിനൊരു സമഗ്രമായൊരു പഠനം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ട്. സാവധാനം. നമ്മുടെ ചുറ്റും ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളാരും ഇങ്ങനത്തെ കുഴികളിലൊന്നും പോയി ചാടുന്നില്ല. ദൈവത്തിന്റെ മഹാകൃപയായിട്ട് നമുക്ക് ഓർക്കാം. അപ്പൊ സൗരങ്ങളെ, ഈ ഇന്റർവ്യൂ ചെയ്യുന്ന ആൾക്കാര് ഇങ്ങനെ പറഞ്ഞു വന്നപ്പോ അവര് തമ്മിൽ സംസാരിച്ചപ്പോ അച്ചായൻ എന്തുകൊണ്ടാണ് അങ്ങക്ക് കിട്ടിയ ആ സമയത്ത് ഈ കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാൻ ഉത്സാഹിക്കാതിരുന്നൊരു ചോദ്യം കൂടെ ഉണ്ടായി. അപ്പൊ അദ്ദേഹം അതിന് കൊടുക്കുന്ന മറുപടി എന്ന് പറയുന്നത്, ഇത് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു വിഷയമാണ്. അനേകര് ഇതിനെ വൈകാരികമായിട്ട് എടുക്കുന്നതാണ്. നമ്മൾ ചാടിക്കേറി ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് വിപരീത ഫലം ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് ഞാനൊന്നും മിണ്ടിയില്ലെന്നാ പറഞ്ഞത്. ആ ഇമോഷണൽ ആയിട്ടുള്ള കാര്യം ഇപ്പൊ കയറി എന്തിനങ്ങനെയാണെ പറഞ്ഞത്? അന്ന് പറയാമായിരുന്നല്ലോ. അന്ന് പറഞ്ഞ് ആ കാര്യങ്ങളെ തിരുത്തുകയല്ലായിരുന്നോ വേണ്ടത്? അത് തിരുത്താതെ ഇപ്പോ ഈ വല്ലാത്ത സമയത്ത്, അതായത് വലിയ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് വിശ്വാസി സമൂഹം. 4 പാട് നിന്നുമാണ് ആക്രമണങ്ങൾ വരുന്നത്. നിങ്ങളിൽ പലരും നിങ്ങളുടെ ഉപജീവനത്തോടുള്ള ബന്ധത്തിൽ തിരക്കിലാണ്. ചുറ്റും നടക്കുന്ന പല കാര്യങ്ങളും പലരും അറിയുന്നില്ല. അനേകർ ഇടറിപ്പോകുന്നതും വിശ്വാസത്യാഗങ്ങൾ സംഭവിക്കുന്നതും ഒക്കെ ഒത്തിരി ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. എല്ലാം നമ്മൾ പറയുന്നില്ലെന്നേ ഉള്ളൂ. അയ്യോ, ഇതിനിടയിൽ ഇതെല്ലാം നടക്കുന്നുണ്ട്. അങ്ങനെ ഒരു കെട്ട കാലമാണ്. ആ കാലത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ
പബ്ലിക്കലി വന്ന് വിളിച്ചു പറയുമ്പോൾ ഉണ്ടാകുന്ന ഡാമേജ് വലുതാണ്. അതായത് പൊതു പെന്തിക്കോസിന് നമ്മുടെ ഇടയിൽ ഒരു രോമം അനങ്ങുന്ന വാശിയില്ലെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. കാരണം നമ്മുടെ ഇടയിൽ ആളുകൾക്ക് നല്ല ബോധ്യമുണ്ട് ഈ പറഞ്ഞ വ്യക്തി അദ്ദേഹം ഒരു ന്യൂ ജനറേഷൻ പെന്തിക്കോസ്തിന്റെ അപ്പോസ്തോലനാണെന്നുള്ളത് നമുക്കറിയാം. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ശരിക്കും ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ള വിഷയമാണ് അതൊക്കെ. ഈ ആളുകളെയൊക്കെ മനസ്സിലാക്കിയിരിക്കണ്ടേ? മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ കുഴിപ്പെട്ടു പോകും. കാരണം നമ്മളൊരു സൊസൈറ്റി ജീവിക്കുന്നു. നമുക്ക് പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്. അവരെ കല്യാണം കഴിച്ചു കൊടുക്കേണ്ടതുണ്ട്, കല്യാണം കഴിച്ചു കൊണ്ടുവരേണ്ടതുണ്ട്, മറ്റ് പല കാര്യങ്ങളിലൊക്കെ ഏർപ്പെടേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ തലതിരിഞ്ഞതായ ശുശ്രൂഷകന്മാര് നയിക്കുന്ന കൂട്ടങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ കെട്ടിച്ചു കൊടുക്കാനോ അങ്ങനെയുള്ള കൂട്ടങ്ങളിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവരുവാനോ നമ്മുടെ ജീവിതത്തിൽ ഇടവരാതിരിക്കണമെങ്കിൽ നമ്മൾ പഠിക്കണം കാര്യങ്ങളെ പഠിച്ചില്ലെങ്കിൽ തെറ്റായ സ്ഥലത്ത് കൊണ്ടുപോയി നമ്മൾ തലവെച്ചു കൊടുക്കും. പിന്നെ കരഞ്ഞിട്ടൊരു കാര്യം ഉണ്ടാവില്ല. അങ്ങനെ എത്രയോ പേര് അവിടെ ഇവിടങ്ങളിൽ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇതൊരു വൈകാരിക വിഷയമായതുകൊണ്ട് പുള്ളി പറയാനായിട്ട് അന്ന് ശ്രമിച്ചില്ല. ഇപ്പൊ അതിന്റെ വൈകാരികതയൊക്കെ പോയെന്നാ പറയുന്നത്. ഇപ്പൊ അത്ര വൈകാരികതയില്ല, അതായത് ഇപ്പൊ അത്ര ഇമോഷണൽ അല്ല ഈ സബ്ജക്ട്. കാരണം ആ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങളെ തങ്കുസാർ ആൻഡ് ടീമുകൾ ന്യൂജൻ പെന്തിക്കോസ്റ്റ് വന്ന് തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. അതാണ് അതിന്റെ രസം, അതാണ് അതിന്റെ സത്യം. അത്തരക്കാർ വന്ന് പെന്തിക്കോസുകാരുടെ എല്ലാ വികാരങ്ങളെയും ഇമോഷനുകളെയും തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു. ഇപ്പൊ ഒരു ഇമോഷനും ഇല്ല, ഒന്നുമില്ലാതെ വല്ലാത്ത രീതിയിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടമാണ്. ആർക്കും എന്തും പറയാം, ഇപ്പോ എന്തും പറയാം. ഈ കൂട്ടത്തില് മറ്റൊരു കാര്യം കൂടെ അവർ സൂചിപ്പിച്ചു കേട്ടോ, അതെനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. അതായത് പെന്തക്കോസിന്റെ ആരംഭ കാലഘട്ടത്തിൽ മുഖ്യധാരയിൽ നിന്ന് നമ്മൾ കുറച്ച് അകന്നു മാറി വേറിട്ടവരായി വ്യത്യസ്തതയുള്ളവരായി ഇങ്ങനെ പോയതുകൊണ്ട് ആളുകൾ നമ്മളെ കൾട്ടെന്ന് ചിന്തിച്ചില്ലെന്ന്. ആളുകൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമുക്ക് ഭയങ്കര നെഞ്ചുവേദന എടുക്കുകയല്ലേ. അല്ലായിരുന്നെങ്കിൽ ആളുകൾ ഈ പെന്തിക്കോസുകാരെയൊക്കെ വീട്ടിൽ വിളിച്ചിട്ട് ഒരേ ഉമ്മയും തന്ന് എല്ലാവർക്കും ഒരേ പൂമാല ഇട്ട് തന്നേനെ. ഇരുളും വെളിച്ചവും തമ്മിലുള്ള വ്യത്യസ്തത അറിയാൻ മേലാത്തവരാണ് ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. ഇന്റർവ്യൂ സൗരങ്ങളെ അല്പം മുമ്പ് ഞാൻ ആ ഇന്റർവ്യൂ നടത്തിയതിൽ ഒരാള് തന്റെ മകളെ കല്യാണം കഴിപ്പിച്ചപ്പോ CSIയിലെ ഒരു ബിഷപ്പിനെ കൊണ്ടാണ് പ്രസംഗിപ്പിച്ചതെന്ന് അയാൾ പറഞ്ഞെന്ന് ബിഷപ്പ് പറഞ്ഞ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അത് പറഞ്ഞപ്പോ പെട്ടെന്ന് എന്റെ ഉള്ളിൽ വന്ന ഒരു ചിന്തയാണ്. ചില നാളുകൾക്ക് മുമ്പ്, കുറേ കാലം മുമ്പുള്ള ഒരു വീഡിയോ ഇപ്പൊ നിങ്ങൾ കാണുന്നത് യൂട്യൂബിൽ കണ്ടതാ. ഒരു പ്രത്യേക ചാനലുണ്ടല്ലോ, ഈ പറയപ്പെട്ട ഉദേശിയുടെ ഒരു ചാനല്. ആ ചാനലിൽ വന്നതാണ്. എനിക്ക് തോന്നുന്നൊരു 10-15 വർഷം പഴക്കമുണ്ടായിരിക്കും ഇതിന്. അന്ന് കണ്ട ഈ വീഡിയോ ഒരു കൗതുകത്തിന് നമ്മൾ സൂക്ഷിച്ചതാണ്, തികച്ചും കൗതുക നിമിത്തം. ഇത് പെട്ടെന്ന് കാണുകയോ കേൾക്കുകയോ ചെയ്ത് ആർക്കും ഒന്നും തോന്നുന്നില്ല. പക്ഷെ ഇത് കണ്ട മാത്രയില് എനിക്ക് സഹതാപം തോന്നി. പെന്തക്കോസ്തിന്റെ അവസ്ഥ ഇന്നതാണല്ലോ എന്ന് ഓർത്തുപോയി. ഇനി നിങ്ങളൊന്ന് കേട്ട് നോക്കുക, അത് കഴിഞ്ഞിട്ട് ബാക്കി പറയാം. പവർ വിഷന്റെ എല്ലാ പ്രേക്ഷകർക്കും ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം. ഗസ്റ്റ് റൂമിലെ ഇന്നത്തെ നമ്മുടെ വിശിഷ്ട അതിഥിയായി ഇവിടെ എത്തിയിരിക്കുന്നത് യാക്കോബായ സുറിയാനി സഭയുടെ നിരണം ഭദ്രാസനാധിപനും ഗീവറീസ് മാർ കുർലോസ് മെത്രാപ്പോലിത്ത അവറുകളാണ്. അദ്ദേഹത്തെ ഗസ്റ്റ് റൂമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അങ്ങേക്ക് ദൈവവിളിയിലേക്ക് തിരിയുവാനുള്ള കാരണം എന്താണ്? ദൈവവിളി എന്നുള്ളത് ഏത് രീതിയിൽ ചിന്തിക്കുന്നു എന്നനുസരിച്ചിരിക്കും. എൻ്റെ അഭിപ്രായത്തിൽ എല്ലാ നല്ല വേലകളും ദൈവവിളിയുടെ ഭാഗമാണ്. പുരോഹിത വിളിയെക്കുറിച്ചാണ് ചോദ്യമെങ്കിൽ അതിനുള്ള ഉത്തരം, എൻ്റെ ചെറുപ്പകാലത്ത് പുരോഹിത വേലയിലേക്ക് വരണമെന്നുള്ള വലിയ ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. ചെറുപ്പകാലത്ത്, ശൈശവകാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്തൊക്കെ. പിന്നീട് തിയോളജി പഠിക്കാനായിട്ട് പോയപ്പോൾ സത്യത്തിൽ പുരോഹിത ശുശ്രൂഷയിലേക്ക് വരണമെന്നുള്ള താല്പര്യം കുറയുകയാണ് ചെയ്തത്. സഹോദരങ്ങളെ, ഇപ്പൊ നമ്മൾ കണ്ട ഈ വീഡിയോയില് IPCയിലെ ഒരു പ്രമുഖനായ പാസ്റ്ററാണ് ഈ നിരണം ഭദ്രാസന മെത്രാപ്പോലീത്ത ഗീവർഗീസ് മാർ കുറിലോസ്, അതായത് സഖാവ് കുറിലോസ് എന്നറിയപ്പെടുന്ന അദ്ദേഹത്തെ ഇന്റർവ്യൂ ചെയ്യുന്നത്. സത്യത്തിൽ ഇവരുടെയൊക്കെ ഫേസ് മാസ്ക് ചെയ്ത് കാണിക്കേണ്ടതുണ്ടോ എന്ന് എനിക്കറിയില്ല. സാധാരണഗതിയിൽ അങ്ങനെയൊക്കെയാണല്ലോ ആളുകളെ ഇങ്ങനെ, ഇവര് പോപ്പുലാരിറ്റി ഉള്ള ആളുകളായതുകൊണ്ട് ഇവരുടെ ഫേസ് ഒന്നും മാസ്ക് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്നെ അറിയിക്കണം കേട്ടോ. അപ്പൊ ബഹുമാന്യനായ ഉപദേശി മെത്രാപ്പോലീത്തയോട് ചോദിക്കുന്ന ചോദ്യം ഇത്രയേ ഉള്ളൂ: അങ്ങക്ക് ദൈവവിളി ലഭിച്ചതും, അതായത് ദൈവവേലയോടുള്ള ബന്ധത്തില് ദൈവവിളി ലഭിച്ചത് എങ്ങനെയാണ്, ഒന്ന് വിശദീകരിക്കാമോ? ഇപ്പൊ മെത്രാപ്പൊലീത്ത മറുപടി പറയുന്നുണ്ട്, അതായത് പൗരോഹിത്യത്തോടുള്ള ബന്ധത്തിലെ കാര്യമാണോ ചോദിക്കുന്നതെന്നാണ് മെത്രാപ്പൊലീത്ത ചോദിക്കുന്നത്. അപ്പൊ ന്യായമായ ഒരു ചോദ്യം എന്റെ ഉള്ളിൽ വന്നത് എന്താണെന്നറിയോ? ഈ മെത്രാൻ ചെയ്യുന്ന കാര്യങ്ങൾ ദൈവവിളിക്ക് അനുസരിച്ച് ദൈവവേലയാണെങ്കിൽ
അദ്ദേഹത്തിന്റെ കൂടെയുള്ള കുഞ്ഞാടുകളെ ഈ പറയപ്പെട്ട കൂട്ടത്തിലെ ഉപദേശിമാരെല്ലാം മാമോദീസ മുക്കി പെന്തക്കോസിൽ എത്തിച്ചില്ലേ? അതൊരു ക്രൂരതയല്ലേ? അപ്പൊ ന്യായമായ ഒരു മിയാക്കുൾപ്പ പറയേണ്ടതല്ലേ? ശരിക്കും അദ്ദേഹം ദൈവവേല ചെയ്യുന്ന ദൈവവിളിയുള്ള ഒരു ദൈവമനുഷ്യനാണെങ്കിൽ അദ്ദേഹത്തിന്റെ അജഗണങ്ങളെ അവരുടെ വീടുകളിൽ ചെന്നിട്ട് യേശുക്രിസ്തുവാണ് രക്ഷകൻ, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അവരെ ഇല കാണിച്ച് പുറത്തു കൊണ്ടുവന്ന് പിന്നത്തേതിൽ അവരെ മാമോദീസ മുക്കിയെടുത്തില്ലേ? അതിനൊരു മിയാക്കുൾപ്പ പറയണ്ടേ അങ്ങനെയാണെങ്കിൽ? ഇതെന്തിനാ നിങ്ങളെ കാണിച്ചെന്ന് മനസ്സിലായോ? ഇത്രയേ ഉള്ളൂ പെന്തക്കോസിലെ വലിയ പണ്ഡിതന്മാരെന്ന് പറയുന്ന പാസ്റ്റർമാരുടെ ഗ്രാഹ്യം. ഇത്രയൊക്കെ ഉള്ളൂ. അതായത് വിശ്വാസത്താലുള്ള നീതീകരണം, വിശ്വാസ സ്നാനം ഇത്യാദി കാര്യങ്ങളൊന്നും അംഗീകരിക്കാത്ത ഒരാളാണ് അദ്ദേഹം. അദ്ദേഹം കൃപയാൽ വിശ്വാസം മൂലമുള്ള രക്ഷ അംഗീകരിക്കുന്ന ആളല്ല. പൈതൽ പ്രായത്തിൽ 56-ാം ദിവസം അല്ലെ 90-ാം ദിവസമൊക്കെ കുഞ്ഞുങ്ങളുടെ തലയിൽ വെള്ളം തളിച്ച് അവരുടെ തലതൊട്ടപ്പന്മാര് ഏതാണ്ടൊക്കെ ഏറ്റുപറഞ്ഞ്, അതായത് സാത്താനെ ഉപേക്ഷിച്ച് മിശിഹായെ സ്വീകരിക്കുന്നു എന്നൊക്കെയുള്ള നേരമ്പോക്കൊക്കെ പറഞ്ഞ് ഒരു വല്ലാത്ത കാര്യപരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. അദ്ദേഹത്തിന്റെ കീഴിൽ അസംഖ്യം അച്ഛന്മാരുമുണ്ട്. അവരെല്ലാം നാളുകളായിട്ട് ഈ കാര്യങ്ങളാണ് ചെയ്യുന്നത്. മരണത്തെക്കുറിച്ച്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച്, മറ്റ് വിശുദ്ധ ജീവിതത്തെക്കുറിച്ചൊക്കെയുള്ള അവരുടെ കാഴ്ചപ്പാട് തികച്ചും വിഭിന്നമല്ലേ? പെന്തക്കോസ്തുകാരെ സംബന്ധിച്ച് മദ്യപിക്കുന്നത് അത്ര രസകരമായൊരു കാര്യമായിട്ട് അവർ അംഗീകരിക്കുന്നത് എനിക്ക് ഇപ്പോഴും തോന്നുന്നില്ല. വരും ദിവസങ്ങളിൽ മാറുമായിരിക്കും. അപ്പോൾ അതൊക്കെ മെത്രാപ്പോലീത്തയെ സംബന്ധിച്ച് അതൊരു പാപമൊന്നുമല്ല. അതൊന്നും ഒരിക്കലും പാപമല്ല. മറ്റ് ഇത്യാദി ഒത്തിരി കാര്യങ്ങളുണ്ട്, അതൊന്നും അവരെ സംബന്ധിച്ച് പാവങ്ങളല്ല. ജീവിച്ചിരിക്കുന്ന കാലത്ത് അടിച്ചു പൊളിച്ച് ജീവിക്കുക, പിന്നെ മരണാനന്തര ജീവിതത്തോടുള്ള ബന്ധത്തിൽ അവര് അനിത ചൊല്ലും. ഇത് യാക്കോബക്കാരായതുകൊണ്ട് അങ്ങനെ പറഞ്ഞ്, കത്തോലിക്കരാണ് ഒപ്പീസി ചൊല്ലും. അപ്പോൾ മരിച്ചു കഴിഞ്ഞിട്ട് ഇവർ അനിത ചൊല്ലിയ ആളുകളെ സ്വർഗത്തിൽ കയറ്റും. പിന്നെ എന്നാ കുഴപ്പം? അതാണോ പെന്തക്കോസ്റ്റ് ടീച്ചിങ്? അതാണോ പെന്തക്കോസ്റ്റ് ബോധ്യങ്ങൾ? പിന്നെ എന്തർത്ഥത്തിലാണ് ദൈവവിളിയും ദൈവവേലയെ കുറിച്ചൊക്കെ ചോദിച്ചത്? അപ്പോൾ ഒരു ചിന്തയുണ്ട്, അങ്ങനെ ഒരു ഇന്റർവ്യൂ നടത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ആരോടാ ചോദിക്കുന്നത്? എന്നോടാണോ ചോദിക്കുന്നത്? സുബോധമുണ്ട് ഇങ്ങനെയുള്ള മനുഷ്യരെയൊക്കെ വിളിച്ചു വരുത്തി അവരെ അപമാനിക്കുമോ? സത്യത്തിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി ഇവരെ അവമാനിക്കുകയല്ലേ? അവരുടെ വിശ്വാസങ്ങളെയോ ആചാരങ്ങളെയോ രീതികളെയോ ഒന്നും ഇവർ ബഹുമാനിക്കുന്നില്ല, അംഗീകരിക്കുന്നുമില്ല. പിന്നെ എന്തിനാ അദ്ദേഹത്തെ വിളിച്ചിട്ട് ഇങ്ങനത്തെ ചോദ്യമൊക്കെ ചോദിക്കുന്നത്? അപ്പൊ പെന്തക്കോസ്റ്റിലേക്ക് വന്ന വേറെ ആരെ അംഗീകരിക്കില്ല എന്ന് ചോദിച്ചാൽ അതൊരു ന്യായമായ ചോദ്യമാണ്. വേറെ എല്ലാ മനുഷ്യരെയും അംഗീകരിക്കും, എല്ലാവരെയും ബഹുമാനിക്കും. ആത്മീയ ശുശ്രൂഷയോടുള്ള ബന്ധത്തിൽ ഒരു കാരണവശാലും അംഗീകരിക്കില്ല, 1% അംഗീകരിക്കില്ല. അതായത് നമ്മുടെ ഒരു കൂടിവരവിനോടുള്ള ബന്ധത്തിൽ വേർപെട്ട സമൂഹത്തിലുള്ള ഏതെങ്കിലും ഒരു ശുശ്രൂഷകൻ, ഒരു മൂപ്പൻ കടന്നു വന്നാൽ അത്തരക്കാർക്ക് പ്രാർത്ഥിക്കാനോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കോ ഒക്കെ ചിലപ്പോൾ നമ്മൾ അവസരം കൊടുക്കും, അത് വേറെ കാര്യം. അതേസമയം എപ്പിസ്കോപ്പൽ സമൂഹങ്ങളിലുള്ള ഇത്തരത്തിലുള്ള പൗരോഹിത്യവുമായി നിൽക്കുന്ന, വേഷവിധാനങ്ങളിൽ സഞ്ചരിക്കുന്ന അത്തരക്കാരെ ആരെയും ഒരു ശുശ്രൂഷയിലും നമ്മൾ അനുവദിക്കില്ല. നമ്മള് ശുശ്രൂഷകളോടുള്ള ബന്ധത്തിൽ ചില നിഷ്കർഷകളുള്ളവരാണ്. 1, രക്ഷിക്കപ്പെടണം. 2, സ്നാനപ്പെടണം. 3, ആ വ്യക്തികൾ ആത്മസ്നാനം പ്രാപിക്കണം. അവരുടെ തലയിൽ ശുശ്രൂഷയ്ക്കുള്ള അഭിഷേക തൈലം വീഴണം. അവർ വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് അപ്പോസ്തലിക ഉപദേശത്തെ മുറുകെ പിടിക്കുന്നവരായിരിക്കണം. കർത്താവായ യേശുക്രിസ്തുവിന്റെ മടങ്ങിവരവിനോടുള്ള ബന്ധത്തിൽ അത് വിശ്വസിക്കുകയും അതിനുവേണ്ടി നോക്കിപ്പാർക്കുകയും ചെയ്യുന്നവരായിരിക്കണം. അങ്ങനെയല്ലാത്ത ആരെയും നമുക്ക് ശുശ്രൂഷകളില് പങ്കെടുപ്പിക്കാനായിട്ട് ഒരിക്കലും സാധ്യമല്ല. അപ്പൊ അത്തരക്കാർ വന്നാൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് നല്ല കസേര കൊടുത്ത് നല്ല ചൂടുവെള്ളവും കൊടുത്ത് ഇരുത്തും. അവരെ കഴിയുമ്പോൾ അവർക്ക് നല്ലൊരു ചുംബനവും കൊടുക്കും. വല്ല സ്നേഹസൽക്കാരോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല കസേര കൊടുത്തിട്ട് അവരെ ആദരിച്ചുകൊണ്ട് നല്ല ശാപ്പാട് അവർക്ക് കൊടുക്കും. അത്ര തന്നെ. പിന്നെ എന്നാ ചെയ്യേണ്ടത്? അതിക്കവിഞ്ഞ് ഒരു കാര്യത്തിലേക്ക് നമുക്ക് പോകാൻ കഴിയില്ല. പോകാൻ കഴിയുമെങ്കിൽ കഴിഞ്ഞ നാളുകളിൽ പെന്തക്കോസ്റ്റിന്റെ പൂർവന്മാർ പറഞ്ഞതെല്ലാം മണ്ടത്തരമായിട്ട് വരും. സകലതും മണ്ടത്തരമായിട്ട് വരും. അല്ല, പെന്തക്കോസ്റ്റിന്റെ പൂർവന്മാരെയൊക്കെ വിടുന്നേ നമുക്ക് ഇപ്പൊ അത്യാവശ്യം കാഴ്ചശക്തിയൊക്കെ തന്നിട്ടുണ്ടല്ലോ പുസ്തകം വായിക്കാനായിട്ട്. നമ്മുടെ മാതൃഭാഷയിലോ ഇനി വേറെ ഏതെങ്കിലും ഭാഷയിലാണെങ്കിൽ ആ ഭാഷയിൽ വായിക്കാലോ, വായിച്ച് മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യങ്ങളല്ലേ ഉള്ളൂ ഞാൻ ഈ പറഞ്ഞത്. അപ്പൊ സൗരങ്ങൾ ഇവിടെ ഇങ്ങനെ പറഞ്ഞു നിന്ന സ്റ്റക്കായി പോവും. സമയം ഒത്തിരി മുന്നോട്ട് പോയി, ഓടിച്ച് ഞാൻ മുന്നോട്ട് പോവുകയാണ്. മുഖ്യധാരയിൽ നിന്ന് നമ്മുടെ സമൂഹം അകന്നുപോയി, അതായത് അതിന്റെ സംവിധാനങ്ങൾ സിസ്റ്റത്തിൽ നിന്നൊക്കെ അകന്നു മാറി ഇങ്ങനെ ഈ ആഭരണധാരണം ഒക്കെ വേണ്ടാന്ന് വെച്ച് നമ്മൾ ഒരു തുരുത്തിൽ വല്ലാതെയായി പോയി. നമ്മളെ ആളുകൾ കൾട്ടെന്ന് വിളിക്കുന്ന ഒരു നില വന്നെന്നാ പറയുന്നത്. സാംസ്കാരികമായിട്ട് നമ്മൾ ഒത്തിരി മാറിപ്പോയെന്നാ പറഞ്ഞത്. സാംസ്കാരികമായിട്ട്,
അതൊക്കെ പറയുമ്പോൾ എനിക്ക് ചിരിയും വരുന്നുണ്ട്, എനിക്ക് പല കാര്യങ്ങളും പറയാനായിട്ട് തോന്നുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. ഈ അടുത്ത കാലത്ത് മാവേലിക്കരയുടെ പരിസരത്ത് എവിടെയോ ബാനർ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നേ, പെന്തക്കോസിലെ വലിയ വിശ്രുതനായ ഒരാള് പ്രസംഗിക്കുകയാണ്. പ്രസംഗം തുടങ്ങുമ്പോൾ പുള്ളി പറയാണ്, ഞാൻ ക്രിസ്തീയ പാട്ടുകളൊന്നും കേൾക്കാറില്ല, പിന്നെ ഏത് പാട്ടാ കേൾക്കുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ സിനിമാ പാട്ടാ കേൾക്കുന്നത്. എന്നിട്ട് പുള്ളിക്ക് ഇഷ്ടമുള്ള പാട്ട് പറഞ്ഞു. പുള്ളിയുടെ കൂട്ടായ്മയില്, പുള്ളിയുടെ വീട്ടിലും ഒക്കെ അവർ ആത്മാവിൽ ആരാധിക്കുന്ന പാട്ടതാന്ന് പറഞ്ഞ് ആ പാട്ട് പാടി കഴിയുമ്പോഴാണ് പുള്ളിയുടെ ഭാര്യയും മക്കളും ഒക്കെ ആത്മാവിലാകുന്നത്. ആ പാട്ട് എങ്ങനെയാ? അവനവൻ കുഴിക്കുന്ന കുരുക്കഴിക്കുമ്പോ കുഴിക്കുന്ന കുരുക്ക് അങ്ങനെ ഏതാണ്ടൊരു പാട്ടാ. എന്തിനു പറയണു? ആശാൻ ഇപ്പൊ കുരുക്കിലകപ്പെട്ടു പോയി, വല്ലാത്ത കുരുക്കില്. നോക്കണം, ദൈവത്തെ പരിഹസിച്ച് കൂടാന്ന് എഴുതി വെച്ചിരിക്കുന്നത്. ആ കുരുക്ക് എന്താന്ന് ഇപ്പൊ എനിക്ക് ഇവിടെ പരസ്യമായിട്ട് പറയാൻ പറ്റാത്ത കുരുക്ക. നാണം കെട്ട് തല കുനിച്ച് നിൽക്കുകയാണ്. നാണം കെട്ട് ചീഞ്ഞ് നാറി നിൽക്കുക എന്ന് കൂട്ടിക്കോ. ഒരു വർഷം മുമ്പ് ഇങ്ങനെ പരസ്യമായിട്ട് ഇത് പറഞ്ഞപ്പോ സത്യത്തിൽ എന്റെ ഹൃദയം നൊന്തായിരുന്നു. എന്നെക്കാളും പ്രായവും പക്വതയും ഒക്കെയുള്ള ഭക്തന്മാരെ എത്രയോ ദൈവദാസന്മാർ അതൊക്കെ കേട്ടപ്പോ ആരോടും പറയാതെ ഉള്ളില് ഒരു സങ്കടപ്പെട്ട് കാണും. നമ്മുടെ പൂർവന്മാരായ പിതാക്കന്മാരെഴുതിയ പ്രത്യാശാഗീതങ്ങൾ, സ്തോത്രഗീതങ്ങളൊക്കെ പാടി നമ്മൾ ദൈവസന്നിധിയിൽ സന്തോഷിക്കുക ആനന്ദിക്കുകയൊക്കെ ചെയ്യുന്ന മനുഷ്യരാണ്. അപ്പൊ ഇദ്ദേഹം പറയാണ്, ഞാൻ കൺവെൻഷനിലൊക്കെ പോയി കഴിഞ്ഞാൽ പാട്ടൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് ചെല്ലുള്ളൂ, എനിക്ക് ഇവരുടെ പാട്ടൊന്നും ഇവിടുത്തെ ഇതൊന്നും ഇഷ്ടമല്ല, ഞാൻ സിനിമാ പാട്ടാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, അതിൽ ഇന്ന പാട്ടൊക്കെയാണെന്നൊക്കെ പറയുമ്പോൾ അത് പരസ്യമായിട്ടൊരു കൺവെൻഷൻ വേദിയിൽ അതൊക്കെ എന്തുമാത്രം മുറിവുകൾ ആളുകൾക്ക് ഉണ്ടാക്കുന്നത്. ഭയങ്കര മുറിവുകളല്ലേ ഉണ്ടാക്കുന്നത്. ഈ പറയപ്പെട്ട പുള്ളിക്കാരൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നതിന് മുമ്പ് പുള്ളി വിശ്വാസ വഴി വന്നയാളാ. 10ാം ക്ലാസ്സിൽ എത്തുന്നതിന് മുമ്പ്, 10ാം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ് എന്നെ ഒരു 15 വയസ്സിൽ താഴെ ഉള്ളൂ. ആ സമയത്ത് ഇങ്ങനെ എത്തി. അദ്ദേഹത്തിന്റെ വീട്ടിലുള്ള ആരൊക്കെയോ വന്നു, ആ കൂട്ടത്തിൽ അദ്ദേഹം വന്നു. പിന്നീട് മുന്നോട്ട് വന്നയാളാ. അതേസമയം ഞാൻ എന്റെ 30 വയസ്സ് കഴിഞ്ഞിട്ടായി വിശ്വാസ വഴിയിലേക്ക് വന്നത്. ആ സമയം വരെ സിനിമയിൽ മുങ്ങിക്കിടന്നയാളാണ്. സിനിമാ പാട്ട് ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റാത്തയാളായിരുന്നു. ഇടത്തും വലത്തും സിനിമാ പാട്ടായിരുന്നു. അങ്ങനെ നടന്ന് ഞാൻ അതിൽ നിന്നൊക്കെ പുറത്തു വന്നത് ഒരു പാസ്റ്ററും എന്നോട് പറഞ്ഞിട്ടല്ല, ഒരു പാസ്റ്ററും പറഞ്ഞിട്ടല്ല. ആ സിനിമാ പാട്ടുകളുടെ ലിറിക്സും അതിന്റെ താളങ്ങളും പരിപാടികളും ഒന്നും എനിക്ക് താല്പര്യമായി തോന്നിയില്ല. ആരും എന്നെ നിർബന്ധിച്ചതല്ല. എന്റെ ഉള്ളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിൽ നിന്നൊക്കെ പുറത്തു വന്നത്. ഇത് ഞാനൊരു സിനിമയും കാണാൻ പോകാറില്ല, ഒരു സിനിമാ പാട്ടും കേൾക്കാറില്ല. കഴിഞ്ഞ 10-25 വർഷമായിട്ട് സിനിമ കാണാത്ത ഞാന് കഴിഞ്ഞ 6 വർഷം നിങ്ങളെ ശുശ്രൂഷിച്ചു ദൈവവചനത്തിൽ നിന്ന്. നിങ്ങൾക്ക് എന്തിന്റെങ്കിലും കുറവുണ്ടായോ? നിങ്ങൾക്ക് എന്തിന്റെങ്കിലും കുറവുണ്ടായോ? രക്ഷയെ സംബന്ധിച്ച്, വിശുദ്ധ ജീവിതത്തെ സംബന്ധിച്ച്, കർത്താവിന്റെ മടങ്ങി വരവിനോടുള്ള ബന്ധത്തില് അങ്ങനെ അനവധിയായ വിഷയങ്ങളുടെ ചുരുള് സ്വർഗം നമുക്ക് അഴിച്ചു തന്നില്ലേ? സിനിമ കാണാത്ത, സിനിമാ പാട്ട് കേൾക്കാത്ത പാസ്റ്ററിലൂടെയല്ലേ നിങ്ങൾ ഇതൊക്കെ കേട്ടത്? സിനിമ കാണുകയും സിനിമാ പാട്ട് കേൾക്കുകയും ചെയ്യുന്ന ഒത്തിരി പാസ്റ്റർമാരുണ്ടല്ലോ. അവരിൽ നിന്നൊന്നും നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേൾക്കാൻ പറ്റിയില്ലല്ലോ. അതെന്താ അത്? അവര് പറയുന്ന സിനിമ കണ്ടാലേ ബുദ്ധി വരുവോളുന്ന. ഞാനൊരു കാലത്ത് സിനിമ കണ്ട് നടന്നയാളാ, സിനിമയിൽ മുങ്ങിക്കിടന്നയാളാ. ഒരു പ്രസിദ്ധമായ സിനിമയെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ? ബോംബെ എന്ന് പറയുന്ന ഒരു സിനിമ ഞാൻ 17 പ്രാവശ്യമാണ് കണ്ടത്. അത് ഈ കേമന്മാർ, ഉദ്ദേശിമാർ ആരെങ്കിലും അങ്ങനെ കണ്ടിട്ടുണ്ടോ? എടാ ഉദ്ദേശി, ഞാൻ 17 പ്രാവശ്യമാണ് ആ സിനിമ കണ്ടത്. പിന്നെ ഒരു 17ഓടെ വേണേ ഞാൻ കണ്ടേനെ. പക്ഷെ അതിനു മുമ്പ് ഞാൻ ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ചു. ഒരു പാസ്റ്ററും എന്റെ കഴുത്തേൽ തോക്ക് വെച്ചില്ല, ഇനി സിനിമ കാണരുതെന്ന് പറഞ്ഞ്. ആരും എന്നോടൊരു അക്ഷരം വേണ്ടിയിട്ടില്ല, ഇന്നു വരെ വേണ്ടിയിട്ടില്ല. എന്റെ ഉള്ളിൽ വാസം ചെയ്യുന്ന പരിശുദ്ധാത്മാവിന് ലോകത്തിന്റെ സതിരുകളിൽ താല്പര്യമില്ലെന്ന് എനിക്കറിയാം. എന്നെ ലോകത്തിൽ നിന്നാണ് അടർത്തിയെടുത്തത്. ഇനി എന്നെ ലോകക്കാരനാക്കാനല്ല എന്നെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവന്നത്. ഈ കാലഘട്ടത്തിൽ പെന്തിക്കോസ് പാസ്റ്റർമാര് അവര് വീഡിയോകളും പല കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ ഈ ട്രോൾ എന്നുള്ള നിലയിലൊക്കെ കൊണ്ടുവരും. സിനിമാ ഡയലോഗുകളാണ്, എല്ലാ സിനിമാ പാട്ടുകളാണ്. എനിക്ക് വളരെ അടുപ്പമുള്ള പല പാസ്റ്റർമാരും അങ്ങനെ ചെയ്യുന്നവരുണ്ട്. അവരൊക്കെ നമ്മുടെ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ ഉള്ളിൽ കോപിക്കും. ഞങ്ങളുടെ സജിത് പാസ്റ്റർ ഒരു പുരോഗമനം ഇല്ലാത്തവനാണല്ലോ, ഇങ്ങനെ എങ്ങനെ നന്നാക്കി എടുക്കുന്നൊക്കെ ഓർത്ത് അവർ കരയുമായിരിക്കും. ചിലപ്പോൾ എന്നെ നന്നാക്കാനൊന്നും വരണ്ട, ഞാൻ ആ ഛർദ്ദിച്ച വഴിയിലേക്ക് ഇനി ഇല്ല. എനിക്കതിന്റെ രസവും വേണ്ട, ഒന്നും വേണ്ട. ആ വഴിയൊക്കെ വിട്ടുപോകുന്നയാളാ. ഓക്കെ, ഇടയിൽ കയറി ആ ഉപദേശിയുടെ കുരുക്കഴിക്കുന്ന കാര്യം ഓർമ്മ വന്നപ്പോ പറഞ്ഞതാ. ആട്ടെ, ഇവരെന്താ പറഞ്ഞു വന്നത്? ഇവര് പറഞ്ഞത് മുഖ്യധാരയിൽ നിന്ന് നമ്മൾ അകന്നുപോയി, നമ്മൾ സിനിമ കാണുന്നില്ല, നമ്മൾ കള്ളു കുടിക്കുന്നില്ല, നമ്മൾ ആഭരണം ധരിക്കും, ഇതൊക്കെ മറ്റാളുകൾ നമ്മെ വെറുക്കാനിടയാക്കി എന്നാ പറയുന്നത്.
നമ്മളെ കൾട്ടെന്ന് വിളിച്ചെന്ന്. വിളിക്കട്ടെ, കൾട്ടെന്ന് വിളിക്കട്ടെ, ലോകം മുഴുവൻ വിളിക്കട്ടെ, എന്തും വിളിക്കട്ടെ. നമ്മുടെ മേൽ പകരപ്പെട്ട അഭിഷേകം ജ്വലിച്ചുകൊണ്ട് നിൽക്കുകയല്ലേ. നമുക്ക് അനുദിനം വചനം വെളിപ്പെടുകയല്ലേ. നമ്മൾ നേരായ പാതയിൽ നടക്കുകയല്ലേ. ആളുകൾ എന്ത് വിളിച്ചെന്നോർത്ത് നമുക്കെന്നാ കാര്യം? വിളിക്കുന്നവൻ വിളിക്കട്ടെ എന്നേ. അവൻ ഈ സത്യം പറഞ്ഞവനാണോ? നമ്മൾ ഈ സത്യം പറഞ്ഞവരല്ലേ. രസകരമായ കാര്യം എന്നാണെന്നറിയാവോ? അതായത് മുഖ്യധാരയിലുള്ള ആളുകളെല്ലാം ആഭരണം ധരിക്കുന്നു. നമ്മൾ ആഭരണം ധരിക്കാതെ നിന്നത് ഭയങ്കര കുഴപ്പമായി പോയി എന്നല്ലേ പറഞ്ഞത്. സാംസ്കാരികമായി നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്നും കൂടെയാണ് പറഞ്ഞത്. സാംസ്കാരികമായി, അവിടെയാണ് ഒരു വലിയ ചിന്ത ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. സാംസ്കാരികമായി ഒറ്റപ്പെട്ടു പോയെങ്കിൽ, മാന്യമഹാജനങ്ങളെ കേൾക്കൂ, മലയാളക്കരയിലുള്ള ക്രൈസ്തവരൊന്നടങ്കം, പെന്തിക്കോസുകാരും ബ്രദറുകാരും ഒഴിച്ച് ബാക്കി എല്ലാവരും സാംസ്കാരികമായി താലി കെട്ടുന്നവരാണ്. നിങ്ങൾ എന്താ താലി കെട്ടുന്ന കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാത്തെ? ഇനി ന്യൂജൻ പെന്തിക്കോസ്തുകാരോടൊരു ചോദ്യമുണ്ട്. നിങ്ങൾ വെഡ്ഡിംഗ് റിംഗ് ഇടുന്ന കേമന്മാരാണല്ലോ ന്യൂജൻ പെന്തിക്കോസ്റ്റ് എല്ലാം. വ്യവസ്ഥാപിത പെന്തിക്കോസ്റ്റിലെ ആളുകൾ ഇപ്പോൾ വെഡ്ഡിംഗ് റിംഗ് ഇട്ടു തുടങ്ങി. നമ്മുടെ ഒരു പെന്തക്കോസ്റ്റ് പ്രസ്ഥാനത്തിന്റെ മലബാർ വിങ്ങിന്റെ അവരുടെ സൂപ്രണ്ടന്റ് ഒരു കല്യാണത്തിന് വെഡ്ഡിംഗ് റിംഗ് ഒക്കെ ഇട്ടു കൊടുക്കുക. പണ്ട് നമ്മൾ വെഡ്ഡിംഗ് റിംഗ് ഇടുന്നത് കാണുന്ന അച്ഛനാണ്, പള്ളിയിലച്ഛൻ. യാക്കോബയിലെ അച്ഛൻ പെണ്ണിന്റെ കയ്യിൽ വെഡ്ഡിംഗ് റിംഗ് ഇടും, ചെറുക്കന്റെ കയ്യിലും അച്ഛൻ ഇട്ട് കൊടുക്കും. തരക്കേടില്ലെന്ന് തോന്നിപ്പോയി. അതായത് ന്യൂജൻ പെന്തിക്കോസ്റ്റുകാരെല്ലാം വെഡ്ഡിംഗ് റിംഗ് ഇട്ടാണ് കല്യാണം നടത്തുന്നത്. സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് നമ്മൾ ആഭരണമില്ലാതെ മാറി നിന്നത് സാംസ്കാരികമായി ഒറ്റപ്പെട്ടു പോയി. ഒരു മടങ്ങിപ്പോക്ക് ആവശ്യമാണ്. പെന്തിക്കോസേ, അനുദപിക്കൂ. ഇനിയുള്ള നിങ്ങളുടെ കല്യാണങ്ങളിൽ താലി കെട്ടു. ഭാരതീയമായ കാര്യത്തിന് നിങ്ങൾ ബഹുമാനം കൊടുക്കൂ. അല്ല, ഈ വെഡ്ഡിംഗ് റിംഗ് കയ്യിലിടുന്ന കേമന്മാരോട് ഞാൻ ചോദിക്കുക, അത് ആര് കണ്ടുപിടിച്ചതാ? പത്രോസ് കണ്ടുപിടിച്ചാണോ? അതേ പൗലോസ് കണ്ടുപിടിച്ചാണോ? എടാ, ക്രിസ്തുവിന് 400 വർഷങ്ങൾക്ക് മുമ്പ് ഈജിപ്തിൽ ഉദയം ചെയ്ത ഒരു കാര്യമാണ് വെഡ്ഡിംഗ് റിംഗ് എന്ന് പറയുന്നത്. പോയി പരിശോധിക്ക്. കയ്യിൽ വിലപിടിപ്പുള്ള ഫോണല്ലേ ഇരിക്കുന്നത്. പരിശോധിക്ക് എങ്ങനെയാണ് അതിന്റെ ആരംഭം കുറിക്കപ്പെട്ടത്. അങ്ങനെ ഈജിപ്ത് എന്ന് പറയുന്ന പുരാതന നാഗരികതയിൽ നിന്ന് അത് എക്സ്പോർട്ട് ചെയ്യപ്പെട്ടു പോയത് അങ്ങോട്ടാ, പഴയ റോമിലേക്ക്, ഇന്നത്തെ മോഡേൺ ഇറ്റലി. അതുപോലെ തന്നെ സ്പെയിനിലേക്കും, റോമിലേക്കും സ്പെയിനിലേക്കും ഈ കാര്യങ്ങൾ എക്സ്പോർട്ട് ചെയ്തു പോയി. അവിടെ നിന്ന് യൂറോപ്പ് മുഴുവനും സ്പ്രെഡ് ചെയ്തു. ഇത് യൂറോപ്യന്മാർ കണ്ടുപിടിച്ചതല്ലെന്നേ. വെഡ്ഡിംഗ് റിംഗ് യൂറോപ്യന്മാർ കണ്ടുപിടിച്ചല്ല, അത് ആഫ്രിക്കയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്നാണ്. ആഫ്രിക്ക മീൻസ് ഈജിപ്ത് അഥവാ മിസ്രൈമിൽ നിന്ന് വന്ന സംഭവമാണത്. ലോകം മുഴുവൻ സ്പ്രെഡായി. അപ്പൊ ആഫ്രിക്കക്കാരുടെ വെഡ്ഡിംഗ് റിംഗ് നിങ്ങൾക്ക് ഇടാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ത്യക്കാരുടെ താലിമാല നിങ്ങൾക്ക് ചതുർത്ഥിയായി മാറുന്നു? നിങ്ങൾ താലിമാലയിലേക്ക് മടങ്ങി വരൂ. എത്ര മനോഹരമാണ് ആ താലികെട്ടൊക്കെ, ആ മന്ത്രകോടി ഇടുന്നൊക്കെ. ഇത് ചുമ്മാ വേദപുസ്തകത്തിൽ എവിടെ ഈ കൈ പിടിപ്പിക്കുന്നുള്ളേ? നിങ്ങൾ പെന്തിക്കോസുകാർ ഒരു കൈ പിടിപ്പിക്കുക, അതിനെവിടെ വാക്യം? പുതിയ നിയമത്തിൽ ആഭരണത്തിന് വാക്യമുണ്ടോ എന്ന് ചോദിക്കുന്ന കേമന്മാരോട് തിരിച്ചു ഞാൻ ചോദിക്കുക, നിങ്ങൾ ഈ കല്യാണത്തിന് ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് ഈ കൈ പിടിപ്പിക്കുന്നതിന്റെ പിന്നിൽ വിവാഹ ശുശ്രൂഷ എന്നല്ലേ നിങ്ങൾ പറയാറ്? വിവാഹ ശുശ്രൂഷ. ആ ശുശ്രൂഷയിൽ കൈ പിടിപ്പിക്കാൻ എവിടെയാണ് ഈ വാക്യം? ചില ബോധ്യങ്ങളിൽ നിന്നല്ലേ അത് ചെയ്യുന്നത്, ചില ബോധ്യങ്ങളിൽ നിന്ന്. അതുപോലെ നല്ല ബോധ്യത്തിലായി ഈ കാര്യങ്ങളെ ഇപ്പൊ പറയുന്നത്. അതുപോലെ ഇപ്പൊ ഈ സംസാരിക്കുന്ന ഞാനും ചില ബോധ്യങ്ങളിലാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് വെഡ്ഡിംഗ് റിംഗ് ഇടാമെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് താലി കെട്ടിക്കൂടാ? ആഫ്രിക്കക്കാരെക്കാൾ കുറച്ചുകൂടെ നിങ്ങൾക്ക് സ്വീകാര്യത ഇന്ത്യക്കാരിലല്ലേ വരേണ്ടത്? ഇന്ത്യയുടെ തനിമയാണ് താലികെട്ടെന്ന് പറയുന്നത്. ആ താലികെട്ടിലേക്ക് മടങ്ങി വരണം. അങ്ങനെ പലതിലേക്കും മടങ്ങി വരേണ്ടതില്ലേ? കുറയ്ക്കണ്ടെന്നേ, ഒന്നും കുറയ്ക്കണ്ട. അതെല്ലാം അങ്ങനെ തന്നെ ഏറ്റെടുക്കുക. ഇനി അതെല്ലാം അങ്ങനെ തന്നെ ഏറ്റെടുക്കുക. കഴിഞ്ഞ നാളുകളിൽ എന്തെല്ലാം നമ്മൾ മാറ്റിവെച്ചോ അതെല്ലാം തിരിച്ചെടുക്കുക. തിരിച്ചെടുത്തൊരു വിപ്ലവം സൃഷ്ടിക്കുക. വിപ്ലവത്തിന് സ്കോപ്പ് ഉണ്ടെന്നേ, നിശ്ചയമായും സ്കോപ്പ് ഉണ്ട്. നിങ്ങളൊന്ന് ഇറങ്ങി തിരിച്ചു നോക്കിയേ. എന്റെ ചിന്ത ശരിയാണെങ്കിൽ ഇന്ന് നമ്മൾ ഒരു നർമ്മം കലർന്ന ഒരു പോസ്റ്റ് നമ്മുടെ സൈറ്റിൽ ഇട്ടുള്ളൂ. അവിടെ വന്ന് ആക്രമിച്ചത് മുഴുവൻ പെന്തിക്കോസിലെ പെണ്ണുങ്ങളാ. അതായത് ഇതൊക്കെ ഒരു പരിശോധനയാണ്. ആ മനുഷ്യനിലൂടെ ഒരു പരിശോധനയായിരുന്നു വന്നത്. പെന്തക്കോസിലെ മെജോറിറ്റി അതിൽ കുരുങ്ങിപ്പോയി. മെജോറിറ്റിയും പുതിയ നിയമത്തിൽ വാക്യം ഉണ്ടോന്നൊക്കെ ചോദിച്ച ബിരുദന്മാർക്ക് എല്ലാം ഞാൻ വാക്യം തരാം. പുതിയ നിയമത്തിന്റെ ഉപദേശമാണോ ഇത്? ഉപദേശമല്ലെന്നൊക്കെ പറഞ്ഞവർക്ക് നല്ല രീതിയിൽ ഉപദേശം പഠിപ്പിക്കാമെന്നേ.
നല്ല രീതിയിൽ ഉപദേശം പഠിപ്പിക്കാം. അതിനൊക്കെയുള്ള ത്രാണി സ്വർഗത്തിലെ ദൈവം തന്നിട്ടുണ്ട്. തിരിച്ചും നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കും. നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് അത് ഏത് വചനപ്രകാരമാണ്, ഏത് വ്യവസ്ഥയിലാണെന്ന്. ഒരു വ്യക്തി നമ്മുടെ ആ സൈറ്റിൽ വന്നെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് ബീഡി വലിക്കരുത്, കള്ള് കുടിക്കരുത്, പിന്നെ വേറെ ഏതാണ്ടൊക്കെ ചെയ്യരുത്. ഇതിനൊന്നും ഒരു വാക്യം പുതിയ നിയമത്തിലില്ല. എന്നിട്ടും നിങ്ങൾ അതൊന്നും ചെയ്യുന്നില്ല, അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല. അതെന്തുദ്ദേശത്തിലാ? ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഇവിടുത്തെ മുഖ്യധാരയിലുള്ള കത്തോലിക്കൽ, ഓർത്തഡോക്സ്, യാക്കോബായ, മർത്തോമ, CSI, ഇവാഞ്ചലിക്കൽ ഇവരെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ എന്തുകൊണ്ട് ആ കാര്യം നിങ്ങൾ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ആ ചോദ്യത്തിന് എന്ത് ഉത്തരം പറയും? ചില ബോധ്യങ്ങളിൽ നിന്നല്ലേ ആ കാര്യങ്ങൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നത്. ഇവിടുത്തെ മുഖ്യധാരയിലുള്ള എല്ലാവരും ഇതൊക്കെ കൈകാര്യം ചെയ്യുന്നവരാണ്. യാക്കോബായ ഓർത്തഡോക്സിലെ മെജോറിറ്റി അച്ഛന്മാരും പുകവലിക്കുന്നവരും മദ്യപിക്കുന്നവരുമാണ്. എനിക്കറിയാം, ഞാനിവിടെ പറഞ്ഞിട്ടുണ്ട് പലവട്ടം അതൊക്കെ. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പാസ്റ്റേഴ്സൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളിൽ വ്യാപൃതരാകേണ്ട. ഇനി അങ്ങനെയുള്ളവർ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാൽ വ്യാപകമായിട്ട് ആ മുഖ്യധാരയിലേക്ക് നമ്മൾ വരണമെങ്കിൽ നമ്മൾ ഇതെല്ലാമായിട്ട് സഹകരിക്കണ്ടേ? സാംസ്കാരികമായി നമ്മൾ അകന്നുപോയി എന്നുള്ളതിന്റെ ഒരു മറുപടിയാണ് പറഞ്ഞത്. നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു, നമ്മൾ താലിമാലയിലേക്ക് മടങ്ങി വരേണ്ടിയിരിക്കുന്നു. അത് പറഞ്ഞ ആ ഭാഗം ഞാൻ വിടുകയാണ്. അടുത്തൊരു കാര്യം, അയ്യോ ഇത് പറഞ്ഞാൽ തീരില്ലോ കർത്താവേ, ഇതെവിടെ പറയുന്നുള്ളതാണ്. കടല് പോലെ കിടക്കുകയാണ്, കടല് പോലെ. അതായത് ഇതിനോടനുബന്ധിച്ച് കുറെ കാര്യങ്ങൾ വിശദീകരിക്കണമെന്ന് എനിക്കുണ്ട്. ആ വിശദീകരണത്തിലേക്ക് പോകുമ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളില് സാമൂഹ്യ മാധ്യമങ്ങളില് ഈ വിഷയം പറഞ്ഞ് ആക്രമിക്കാനായിട്ട് പരിശ്രമിച്ച സഹോദരങ്ങളുണ്ട്. അതായത് ഈ പൊതു പെന്തിക്കോസുകാരെ, സാധുക്കളെ ആക്രമിക്കാൻ ശ്രമിച്ചവര്, അവരുയർത്തിയ വാദങ്ങളെയും കൂടി ഒന്ന് ടച്ച് ചെയ്തിട്ട് സമയമുണ്ടെങ്കിൽ വിശദീകരണത്തിലേക്ക് ഇനിയും പോകാം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഏതെങ്കിലും കൂട്ടത്തിൽ ഈ കാര്യം വീണ്ടും അതിന്റെ ബാലൻസ് വേണേ പറയാം. കേൾക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ പൊതുജന സമക്ഷം അവതരിപ്പിക്കാം. അതായത് ബഹുഭൂരിപക്ഷം പേർക്ക് 5 മിനിറ്റ് അല്ലെ 6 മിനിറ്റ് അതിനുള്ളിൽ നിൽക്കണം. 6 മിനിറ്റ് കൊണ്ട് ഇത് എങ്ങനെ പറഞ്ഞു തീർത്തും എനിക്കറിയാൻ മേല. 5 മിനിറ്റ് കൊണ്ടോ 6 മിനിറ്റ് കൊണ്ടോ ഇങ്ങനത്തെ ടോപ്പിക്കൊക്കെ പറഞ്ഞ് അവസാനിപ്പിക്കാനുള്ള ഒരു ശേഷി എനിക്കില്ല. അതിനുള്ള കഴിവുമില്ല, കാര്യപ്രാപ്തിയില്ല. അതിനൊക്കെ കഴിവുള്ള ഉപദേശിമാർ രംഗത്ത് വരട്ടെ. ഞാനിതൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ സമയമെടുത്തേ പറയുള്ളൂ. അങ്ങനെ സമയമെടുത്ത് കേട്ട് ആ ബോധ്യത്തിലേക്ക് വരുവാൻ മനസ്സുള്ളവർ വരട്ടെ. അല്ലാതെ എല്ലാവരെയും അതിലേക്ക് കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധ്യമല്ല. നമ്മുടെ ചുറ്റുമുള്ള എല്ലാ മനുഷ്യരെയും ഇത് പറഞ്ഞ് ധരിപ്പിച്ച് അവരെയൊക്കെ ഇപ്പൊ റെഡിയാക്കാമെന്ന് അങ്ങനെ ഒരു വ്യാമോഹമൊന്നും നമുക്കില്ല. നമ്മൾ ഈ പറയുന്നൊക്കെ ചിലപ്പോൾ ഒരാൾക്ക് പ്രയോജനപ്പെടുമായിരിക്കും. നമ്മൾ ഈ പറയുന്ന മെസ്സേജ് പിന്നത്തേതില് മാധ്യമങ്ങളിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ 1-2 പേർക്കൊക്കെ ചിലപ്പോൾ പ്രയോജനപ്പെടും. ചിലരത് ഏറ്റെടുക്കും, ചിലർ തള്ളിക്കളയും, അത്ര തന്നെ. ഇതിനോടനുബന്ധിച്ച് നമ്മുടെ പല പ്രിയപ്പെട്ടവരും ഉയർത്തിയ ചില വാദഗതികൾ, അതൊരു 3-4 കാര്യം ഞാൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ വിഷയം, ഈ വീഡിയോ ഒക്കെ പ്രചരിപ്പിക്കുന്ന നേരത്ത് അവർ അടിക്കുറിപ്പ് പോലെ എഴുതിയത് യാക്കോബിന്റെ 2ാമത്തെ ലേഖനത്തിൽ നിന്നൊരു ഭാഗമാണ്. അത് വെച്ചിട്ടാണ് അവരവരുടെ പുതിയ നിയമത്തിന്റെ ഉപദേശം സ്ഥാപിക്കാൻ വന്നത്. സഹതപിക്കല്ലാതെ എന്താ മാർഗം? അതായത് 2ാം അധ്യായത്തിന്റെ തുടക്കം മുതൽ, ഇന്ന് നമ്മൾ വാക്യങ്ങൾ വായിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ വാക്യങ്ങൾ വായിക്കാത്തതുകൊണ്ട് പിണക്കമുള്ളവരുണ്ട് നമ്മുടെ ഇടയിൽ. ഇങ്ങനെയുള്ള സമകാലീന വിഷയങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് സംസാരിച്ചു പോകേണ്ടതുണ്ട്. ഇതിന്റെ വാക്യങ്ങളൊക്കെ എടുത്ത് വിശദീകരിക്കേണ്ട മേഖലകൾ ഉണ്ടെന്നും എനിക്കറിയാം. അത് ഈ പൊതുവായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വേണമല്ലോ വാക്യത്തിലേക്ക് വരാൻ. പൊതുവായ കാര്യങ്ങൾ പലതും പെൻഡിങ്ങിലായിപ്പോഴും. യാക്കോബിന്റെ ലേഖനം 2ാം അധ്യായത്തിന്റെ 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേ. ഈ വാക്യങ്ങൾ വായിക്കുന്നതും തുടർന്ന് മറ്റ് ചില അധ്യായങ്ങളിൽ നിന്നും ചില വാക്യങ്ങളൊക്കെ വായിക്കുന്നത് പ്രിയരായ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, പുറത്തുള്ളവർക്കൊന്നും വേണ്ടിയിട്ടല്ല. അതായത് ഇങ്ങനത്തെ വാദഗതിയൊക്കെ ആയിട്ട് ഈ വാക്യങ്ങളൊക്കെ ആയിട്ട് വരുന്നവരോടുള്ള ബന്ധത്തില് മറുപടി പറയാൻ പാകത്തിന് നിങ്ങൾ പ്രാപ്തരാകണം. അതിനു വേണ്ടിയാണ് ഞാൻ ഈ കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ ഉയർത്തുന്നത്. ഇവരെല്ലാം ഉയർത്തിക്കൊണ്ടുവരുന്നത് 2ാം അധ്യായത്തിലെ വിഷയമാണ്. അതായത് നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടുകൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചൊരു ദരിദ്രനും വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ചവനെ നോക്കി ഇവിടെ സുഖേന ഇരുന്നാലും എന്നും ദരിദ്രനോട്. ഈ താഴേക്കുള്ളതൊന്നും അവരാരും വായിക്കാറുമില്ല, പറയാറുമില്ല. 2ാം വാക്യത്തിൽ അവർ നിൽക്കും. നിന്നിട്ട് അവര് ഉയർത്തുന്ന വിഷയം, നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ടൊരുത്തനും. അപ്പൊ നിങ്ങളുടെ പള്ളിയിൽ പൊന്മോതിരം ഇട്ടവനുണ്ട്, ഇടാത്തവനുമുണ്ട്. അപ്പൊ ഇട്ടവനുണ്ടല്ലോ. അവരുടെ വാദഗതി എന്താന്ന് മനസ്സിലായോ? പൊന്മോതിരം ഇട്ടവനുണ്ട്. 1-ാം നൂറ്റാണ്ടിലെ സഭയിൽ പൊന്മോതിരം ഇട്ടവനുണ്ട്. അപ്പോ ഈ കാലഘട്ടത്തിൽ പൊന്മോതിരം ഇട്ടവരെ നിങ്ങൾ വിലക്കുന്നത് എന്ത് മര്യാദയെന്നാണ് ചോദിക്കുന്നത്. ന്യായമായൊരു ചോദ്യമാണ്.
അതിന്റെ 1-ാം വാക്യം എങ്ങനെ തുടങ്ങുന്നതെന്ന് അറിയാവോ? സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. കാതലായ ഒരു കാര്യം അവിടെ പറയുന്നത്, നിങ്ങൾ മുഖപക്ഷം കാണിക്കരുത്. ശുശ്രൂഷകന്മാരെ, കൂട്ടുവിശ്വാസികളെ, നിങ്ങൾ ഒരിക്കലും ആരോടും മുഖപക്ഷം കാണിക്കരുത്. അതിനല്ലേ ഊന്നൽ കൊടുക്കുന്നത്. അതിന്റെ ഒരു വിശദീകരണത്തിനാണ് താഴെ പറയുന്ന കാര്യം പറയുന്നത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ടും കൊണ്ട് ഒരുത്തനും മുഷിഞ്ഞ വസ്ത്രം ധരിച്ചുകൊണ്ട് മറ്റൊരുത്തനും വന്നാൽ, പൊന്മോതിരം ഇട്ട് വന്നവനോട് ഇവിടെ സുഖേന ഇരുന്നാലും അച്ചായന് സുഖമാണോ എന്നൊക്കെ ചോദിച്ച് കണ്ടമാനം പതപ്പിക്കരുത്. മറ്റേ വ്യക്തിയെയും പരിഗണിക്കണം, തുല്യ നിലയിൽ പരിഗണിക്കണം. മുഖപക്ഷം പാടില്ലെന്ന് പറഞ്ഞാൽ അതല്ലേ അർത്ഥം? രണ്ടുപേർക്കും തുല്യ പരിഗണന കൊടുക്കണം, തുല്യ ബഹുമാനം കൊടുക്കണം എന്നാണ്. ആ വിഷയത്തെ ഊന്നി പറയാൻ വേണ്ടി ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. ഈ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത്, യാക്കോബിന്റെ ലേഖനം എന്ന് പറയുന്നത് പുതിയ നിയമത്തിലെ ആദ്യത്തെ പുസ്തകമാണ്. ക്രിസ്തീയ സഭ ആരംഭിച്ചിട്ട് വലിയ താമസമില്ലാതെ 5-8 വർഷത്തിനുള്ളിൽ എഴുതിയ ഒരു പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം. സഭ ആരംഭിച്ചിട്ടേ ഉള്ളൂ. അപ്പൊ ആ സമയത്ത് നിങ്ങളുടെ പള്ളിയിൽ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ തിരുവനന്തപുരത്തും കൊച്ചിയിലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദുനിയാവിലൊക്കെ ഉള്ള നിങ്ങളുടെ പെന്തക്കോസ്റ്റ് ചർച്ചിനെ വിചാരിച്ചിട്ട് ആ രീതി ചിന്തിക്കരുത്. സഭ ഇവിടെ ആരംഭിച്ചിട്ടുള്ളൂ, അതിന്റെ ശൈശവാവസ്ഥയാണ്. ഇവിടെ പള്ളി എന്ന് പറയുന്നതിന് ഇംഗ്ലീഷിൽ അസംബ്ലി എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതേസമയം ഗ്രീക്കിലേക്ക് വരുമ്പോൾ അവിടെ സിനഗോഗ് എന്നാണ്, അല്ലെങ്കിൽ സുനഗോഗ് എന്നാണ്. യെരുശലേം ദേവാലയത്തിന് വെളിയിൽ യഹൂദന്മാർ ഒത്തുകൂടുന്ന ഇടമാണ് സിനഗോഗ് എന്ന് പറയുന്നത്. പല ഇടങ്ങളിലും അവർക്ക് സിനഗോഗുകളുണ്ട്. അവിടെ അവർ ഒത്തുകൂടി ദൈവത്തെ മഹത്വപ്പെടുത്തുകയും അതുപോലെ തോറയിൽ നിന്നൊക്കെ വായിച്ച് കേൾക്കുകയൊക്കെ ചെയ്യുന്ന ഇടമാണ് ഈ സിനഗോഗ് എന്ന് പറയുന്ന ഇടം. ഏതോ ഒരു സിനഗോഗിലുള്ള ആളുകൾ മുഴുവനും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നു എന്ന് നമുക്ക് ധരിക്കാം. അവിടെയുള്ള സകല മനുഷ്യരും ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ആ സിനഗോഗ് ഒരു ക്രിസ്ത്യൻ അസംബ്ലി ആയിട്ട് മാറും. പുതുതായിട്ട് ആരംഭിച്ചിട്ടുള്ളൂ. ഇവരുടെ ഉപദേശങ്ങളും കാര്യങ്ങളും ഒക്കെ കേട്ട് അവിടെ പലതരക്കാര് അവിടെ കടന്നു വരില്ലേ? പുതിയൊരു സംവിധാനം ആരംഭിച്ചിരിക്കുകയാണ്. യേശുക്രിസ്തുവിലൂടെയാണ് ആത്മരക്ഷ, യേശുക്രിസ്തു ലോകരക്ഷകനാണ് എന്നൊക്കെ ഇവർ പ്രസംഗിച്ച് നടക്കുമ്പോൾ അതെന്താണെന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് ആളുകൾ തടിച്ചുകൂടും. പൊന്മോതിരം ഇട്ടവനും ഇടാത്തവനും ഒക്കെ അവിടെ കടന്നു വരും. അപ്പൊ ക്രിസ്തീയ സഭയിൽ ആഭരണം ധരിക്കുന്നവരുണ്ടോ ധരിക്കാത്തവരുണ്ടോ എന്നൊന്നും സ്ഥാപിക്കാനുള്ള വാക്യമല്ല ഇത്, ഒരു പാസേജ് അല്ല ഇത്. ആ സഹോദരന്മാരൊക്കെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്ന കണ്ടപ്പോൾ ഉള്ളിൽ സഹതാപം തോന്നി. അശേഷം ചിന്തയോ ഒന്നും ഇല്ലാതെയാണല്ലോ ഇവരിത് ചെയ്യുന്നതെന്ന്. നോക്കണം, ഈ 2-ാം അധ്യായം ആരംഭിക്കുന്നതിന് മുമ്പ് 1-ാം അധ്യായത്തിന്റെ അവസാനത്തെ വാക്യമുണ്ട്, 27-ാം വാക്യം. 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ആ വാക്യം 2ആയിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം. അതിന്റെ ആദ്യ ഭാഗത്ത് ഇങ്ങനെയാണ്: പിതാവായ ദൈവത്തിന്റെ മുമ്പാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും. നമ്മൾ അനാഥരെയും വിധവമാരെയും ആദരിക്കണം, അവരെയൊക്കെ ചെന്ന് കാണുകയും അവരെ സ്നേഹിക്കുകയും കൈത്താങ്ങുകയും ഒക്കെ ചെയ്യണം. അതാണ് പുതിയ നിയമത്തിന്റെ സീരിയസ് ആയ ഒരു പഠനമാണത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ട് പറയുകയാണ്, അവരുടെ സങ്കടത്താൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ വണ്ണം തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാകുന്നു. അപ്പൊ ലോകത്താലുള്ള കളങ്കം നമ്മിൽ പറ്റരുതെന്നൊരു സൂചനയാണ് അവിടെ പറയുന്നത്. ലോകത്താലുള്ള കളങ്കം നമ്മിൽ പറ്റരുത്, തന്നെത്താൻ സൂക്ഷിച്ചു കൊള്ളണം, തന്നെത്താൻ കാത്തുകൊള്ളണം. അതേസമയം 1 പത്രോസ് 1-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ദൈവശക്തിയിൽ നമ്മളെ കാക്കുന്നുണ്ടെന്ന് അവിടെയുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. അതേ കാര്യം തന്നെ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. വക്രതയും കോട്ടവുമുള്ള ഈ തലമുറയുടെ നടുവിൽ നിന്ന്, ഈ ലോകത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ രക്ഷിച്ചോളാൻ. പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിച്ചു, പാപത്തിൽ നിന്ന് രക്ഷപ്പെട്ട നമ്മൾ ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. ആ നമ്മോടാണ് ദൈവാത്മാവ് പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തിൽ നിന്ന് രക്ഷപ്പെട്ടുകൊള്ളുവിന്ന്. ലോകത്തിനൊരു സിസ്റ്റം ഉണ്ട്, ആ സിസ്റ്റത്തിൽ മുങ്ങിപ്പോകരുത്. ലോകത്താലുള്ള കളങ്കം, ഇപ്പൊ ലോകത്തിന്റെ കളങ്കം പറ്റാൻ സാധ്യതയുണ്ട്, സൂചനയാണ്. അത് പറഞ്ഞിട്ടാണ് ദൈവമക്കളോട് പറയുന്നത്, നിങ്ങളുടെ ഫെലോഷിപ്പില് ഈ പറയപ്പെട്ട രീതിയിൽ 2 പേര് വന്നു കഴിഞ്ഞാൽ ആ 2 പേരോട് നിങ്ങൾ എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു സൂചനയാണ് അവിടെ ലഭിക്കുന്നത്. ആ ലോക്കൽ അസംബ്ലിയിൽ ആഭരണം ധരിക്കുന്നവരുണ്ടെന്നോ ധരിക്കാത്തവരുണ്ടെന്നോ ഒന്നും ഈ ഭാഗം വെച്ച് തെളിയിക്കാൻ ഒരിക്കലും സാധ്യമല്ല. എങ്ങനെ സാധിക്കും? ഇത് ഒരു ഫെലോഷിപ്പിലേക്ക് ഒരു സ്ട്രേഞ്ചർ കടന്നു വരുന്ന കാര്യമല്ലേ പറയുന്നത്. ഒരുത്തിനൊരു പൊന്മോതിരം ഇട്ട് വരുന്നു, മറ്റവന് ഈ പറഞ്ഞത് ഒന്നുമില്ല പറയാൻ. അവരെ എങ്ങനെ ഡീൽ ചെയ്യണം എന്നുള്ളതാണ് ആ വിഷയം, അല്ലാതെ ആഭരണം ധരിക്കുന്ന കാര്യമല്ല അവിടെ പറയുന്നത്. അപ്പൊ ഈ കാര്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ഒത്തിരി വിശദീകരണത്തിലേക്ക് പോയില്ല, സമയം പോയതുകൊണ്ട് ഓടിച്ചു പറയാണ്. അടുത്തൊരു കാര്യം ഇവർ റേസ് ചെയ്തുകൊണ്ട് വരുന്നത്,
സകലമാന ഉപദേശിമാരും സകലമാന അവരുടെ ശിഷ്യഗണങ്ങളും പറയുന്നത്, മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോ മോതിരം ഇട്ട് സ്വീകരിച്ചോ. ഓ, വൈബ്രേഷൻ ഇട്ടും കൂടെയാ പറയുന്നത്, മുടിയൻ പുത്രൻ മടങ്ങി വന്നപ്പോ. ലൂക്കോസ് 15-ാം അധ്യായം ഒന്നും വായിച്ചിട്ടല്ല ഇവർ ഈ സംസാരിക്കാൻ വരുന്നത്. നോക്കണം, ഈ മുടിയൻ പുത്രൻ എന്ന് പറയുന്ന ധൂർത്തപുത്രൻ എവിടെയായിരുന്നു? അപ്പന്റെ വീട്ടിൽ നിന്ന് ദൂരെ പോയവനാ. എല്ലാം മുടിപ്പിച്ച് നാമാവിശേഷമാക്കി അങ്ങനെ പന്നിയുടെ കൂട്ടത്തിൽ കിടക്കുക. വാളവര പോലും കിട്ടാതെ കിടക്കുന്ന ഒരു കിടപ്പോർത്ത് നോക്കി. അവിടെ ഇരിക്കുമ്പോൾ അവന് സുബോധം വന്നു. സുബോധം വന്നിട്ട് അപ്പന്റെ വീട്ടിലേക്ക് അവൻ മടങ്ങിപ്പോകാൻ ആഗ്രഹിക്കുക. അതായത് സ്പീഡിൽ പറയാ ഞാൻ, കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, അതിന്റെ കീ പോയിന്റ്സ് മാത്രമേ പറയുന്നുള്ളൂ. അപ്പന്റെ വീട്ടിലേക്ക് മടങ്ങിപ്പോകാൻ ആഗ്രഹിച്ച് മുന്നോട്ട് ചൂടുവെക്കുന്ന അവൻ അവന്റെ ഉള്ളത്തിൽ പറയാണ്, ഞാൻ അപ്പന്റെ വീട്ടിൽ ചെന്ന് അപ്പനോട് പറയും, നിന്റെ മകനെന്ന വിളിക്ക് ഞാൻ യോഗ്യനല്ല, നിന്റെ കൂലിക്കാരൻ ഒരുവനായിട്ട് എന്നെ കണ്ടാ മതി എന്നൊക്കെ പറഞ്ഞ് ഉള്ളം കൊണ്ട് പറഞ്ഞ് ഇവൻ പോവുക. ഇവൻ അപ്പന്റെ ഭവനത്തിന്റെ പടിപ്പുരയ്ക്ക് ചെല്ലുമ്പോൾ അപ്പൻ ഇവന് വേണ്ടി കാത്തിരിക്കുക. വന്ന വഴിക്ക് തന്നെ അവന്റെ കാലിന് ചെരുപ്പിടിവിച്ച് പിന്നത്തേതിൽ അവനെ കുളിപ്പിച്ച് അങ്കിടിവിച്ച് അവന്റെ കയ്യിൽ ഒരു മോതിരം ഇട്ടുകൊണ്ടാണ് അവനെ സ്വീകരിച്ച് അകത്തേക്ക് കൊണ്ടുപോകുന്നത്. അപ്പോ അവിടെ മോതിരം ഇട്ടില്ലെന്ന് ഇവര് ചോദിക്കുന്നത്. സഹോദരങ്ങളെ, നമ്മുടെ ഈ സമൂഹത്തെ ഓർക്കുമ്പോൾ സഹതപിക്കുകയല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഇവൻ വരുന്ന വഴിക്ക് ജോയി ആലുക്കാസിൽ കയറിയിട്ട് നോക്കിയപ്പോ 10 വിരൽ ഇങ്ങനെ നഗ്നമായിട്ട് കിടക്കുക. ഒരു വിരലിലെങ്കിലും ഒരു മോതിരം ഇടണമല്ലോ. അപ്പോ ജോയി ആലുക്കാസിൽ കയറിയിട്ട് അവരോട് പറഞ്ഞു, ഒരു മോതിരം തന്നേരെ, അപ്പന്റെ വീട്ടിലേക്ക് പോവുക. അങ്ങനെ ഇവൻ കാശ് കൊടുത്തൊരു മോതിരം മേടിച്ചിട്ടു എന്നാണോ നമ്മൾ പഠിക്കുന്നത്? ഇവൻ അപ്പന്റെ വീട്ടിലേക്ക് ചെന്നപ്പോ അപ്പനല്ലേ മോതിരം ഇട്ടത്, അല്ലാതെ ഇവനും പെമ്പിളെ കൂടെ പോയി ഭീമാ ജുവലറി പോയിട്ട് ഒരെണ്ണം മേടിച്ചിടുവാണോ ചെയ്തത്? അപ്പൻ ഇടുകയാണെങ്കിൽ ഇട്ടോട്ടേന്നേ, കുഴപ്പമില്ലെന്നേ, നമ്മളാരും തടയാൻ പറ്റില്ല. ഇവിടെ അപ്പനാണോ മോതിരം ഇട്ടോണ്ടിരിക്കുന്നത്? ന്യൂജൻ പെന്തിക്കോസിലെ ബുദ്ധി ഉറയ്ക്കാത്ത ഉപദേശിമാര് പറയുന്നത് ഇപ്പൊ പെന്തിക്കോസിലെ ആളുകളും കേട്ടിട്ട് പറയാണ് ഇതൊക്കെ. ഇവരെ ഓർത്ത് നമുക്ക് സഹതപിക്ക് എനിക്കറിയില്ല എന്താ പറയേണ്ടതെന്ന്. നോക്കണം, അവിടുത്തെ മോതിരം എന്ന് പറയുന്ന അധികാരത്തിന്റെ ചിഹ്നമല്ലേ? ഇവൻ എന്താ മനസ്സിൽ പറഞ്ഞത്? ഞാൻ വേലക്കാരനായിട്ട് വീട്ടിലേക്ക് പോവാന്നല്ലേ? അപ്പൻ അത് സമ്മതിച്ചോ? അപ്പൻ അവനെ ആ പുത്രത്വത്തിലേക്ക് അധികാരിയായിട്ടാണ് സ്വീകരിക്കുന്നത്. അതിന്റെ ചിഹ്നമാണ് മോതിരം. പഴയ കാലവും ചരിത്രവും ഒക്കെ പഠിക്കണം. മുദ്രമോതിരം എന്നൊക്കെ പറഞ്ഞ എന്താന്ന് ഗ്രഹിക്കണം. അതൊന്നും ഗ്രഹിക്കാതെയാണ് വന്ന് തട്ടിവിടുന്നത്. അവിടെ മോതിരം ഇട്ടു, അതുകൊണ്ട് ഞങ്ങൾ മോതിരം ഇടുന്നു. ഇതിനൊക്കെ എന്ത് മറുപടി പറയും? അടുത്ത കാര്യം, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിൽ യെരുശലേം സിനഡിനോടുള്ള ബന്ധത്തിൽ അതിന്റെ കൺക്ലൂഷനിൽ പറയാണ്, രക്തം ശ്വാസം മുട്ടിച്ചത്തത് പരസംഗം, ഈ വക കാര്യങ്ങളും ഭാരമുള്ളതൊന്നും അവരുടെ മേൽ വെക്കരുതെന്ന്. അത് നമ്മുടെ രക്ഷാഭദ്രതാ വാദക്കാരനായ മല്ലപ്പള്ളി ഉപദേശി കണ്ടമാനം പറയുന്നൊരു കാര്യം. അത് ഈ പറഞ്ഞ രണ്ടും പുള്ളിയുടെ ആശയങ്ങളാണ് കേട്ടോ. മുടിയൻ പുത്രനും ഈ അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായമൊക്കെ നമ്മളത് വിശദീകരിച്ചിട്ടുള്ളതാ. ഇവർക്കൊന്നും ബുദ്ധിസ്ഥിരതയില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 10 മിനിറ്റ് വേദപുസ്തകത്തിന്റെ മുമ്പിൽ ഇരുന്ന് ഇതൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ ഈ പൊട്ടത്തരങ്ങൾ പറയുമോ? നോക്കണം, അപ്പോസ്തല പ്രവൃത്തി 15-ാം അധ്യായത്തിന്റെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ആഭരണവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമല്ല. ആത്മരക്ഷയോടുള്ള ബന്ധത്തില് വിശ്വാസത്താലുള്ള നീതീകരണത്തിന് പകരം പരിച്ഛേദനാവാദം വന്നപ്പോൾ, അതായത് യഹൂദ മര്യാദകളെല്ലാം പാലിക്കണമെന്നുള്ള തത്വങ്ങൾ കൊണ്ടുവന്നപ്പോൾ അതിനെതിരെയുള്ള അപ്പോസ്തോലികമായൊരു വിളംബരമാണത്. നമ്മളതിന്റെ വിശദീകരണത്തിലേക്ക് പോയിട്ടുള്ളതുകൊണ്ട് വിശദീകരണത്തിലേക്ക് പോകുന്നതിൽ ഓടിച്ചു പറയാണ്. എന്താ ഓടിച്ചു പറയുന്നത്? ആ ഭാഗമൊന്നും ആഭരണധാരണവുമായി ബന്ധപ്പെട്ട് പറയാനായിട്ട് ഒരവസരമില്ല. അവസരം ഉണ്ടെന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ വിശദീകരിക്കേണ്ടി വരും. നമ്മളിപ്പോ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല, മുന്നമേ പോയിട്ടുണ്ട്, അതുകൊണ്ടാണ് പോകാത്തത്. അല്ല, ക്ലിയർ പിക്ചർ പരിശുദ്ധാത്മാവ് നമുക്ക് തുറന്നു തന്നിട്ടുണ്ട് ആ ഭാഗം. അടുത്തൊരു കാര്യം, സമാഗമന കൂടാരം. സമാഗമന കൂടാരത്തിനകത്ത് അപ്പടി സ്വർണ്ണമാണെന്നാ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന് സ്വർണത്തോട് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. അപ്പൊ ദൈവത്തിന് വെള്ളിയോട് വിരോധമുണ്ടോ? വെള്ളിയോടും വിരോധമില്ല. താമ്രത്തോട് വിരോധമുണ്ടോ? ഒരു വിരോധമില്ല. നിങ്ങൾ എന്താ സ്വർണത്തെ മാത്രം കയറി പിടിച്ചത്? സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, ഇവരെ ഒന്നും ദൈവത്തിന്റെ ആത്മാവല്ല നയിക്കുന്നതെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ സമാഗമന കൂടാരം പൊക്കി പിടിച്ചോണ്ട് വരുന്നത്. നാളുകളായി ഈ വിഷയം പഠിപ്പിക്കുന്ന മനുഷ്യരാ നമ്മുടെ അടുക്കലൊക്കെ വന്ന് വാദിക്കാൻ വരും ചിലര്. എന്നാ പിന്നെ താങ്കളുടെ ഭാര്യയ്ക്ക് ഒരു 2 പവന്റെ കമ്മല് താമ്രത്തിന്റെ മേടിച്ച് ഇട്ട് കൊടുക്കാത്ത തന്നെ? സ്വർണം തന്നെ വേണമെന്ന് ഇത്ര വാശി തന്നെ? സ്വർണത്തോട് ദൈവത്തിന് ദേഷ്യമുണ്ടോ എന്ന് ചോദിച്ചതുപോലെ താങ്കൾക്ക് എന്താണ് സ്വർണത്തോട് ഇത്ര പറ്റുമാനം? താങ്കൾ എന്താണ് താമ്രത്തെ തള്ളിക്കളയുന്നത്? സമാഗമന കൂടാരത്തോടുള്ള ബന്ധത്തിൽ താമ്രം ദൈവകരുണയെയും കൃപയും ഒക്കെ കാണിക്കുന്ന കാര്യമാണ്.
അപ്പോൾ താങ്കളുടെ ഭാര്യയുടെ കാതില് താമ്രത്തിന്റെ കമ്മലിടുകയാണെങ്കിൽ അത് കാണുന്ന പബ്ലിക് വിചാരിക്കുന്നത് എന്താ? താമ്രം കാണുമ്പോൾ ഈ സഹോദരിയിലൂടെ ദൈവകരുണയും ദൈവകൃപയും ഒക്കെ വെളിപ്പെട്ടു വരികയാണെന്നല്ലേ ചിന്തിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ഭാര്യയ്ക്ക് വെള്ളിയുടേതായ ഒരു 4 വള മേടിച്ചു കൊടുക്കണം. ആ വള ഇട്ടുകൊണ്ട് ഭാര്യ നടു റോഡിലൂടെ നടക്കുമ്പോൾ മാലോകരെന്ത് വിചാരിക്കും? വെള്ളി വീണ്ടെടുപ്പിന്റെ ചിഹ്നമാണ്, യേശുക്രിസ്തുവിന്റെ രക്തത്തെയാണ് അത് കാണിക്കുന്നത്. ഈ സഹോദരൻ വചനമനുസരിച്ച് ജീവിക്കുന്നവനാണ്. അവന്റെ ഭാര്യയെ അണിയിച്ചിരിക്കുന്നത് നോക്കൂ, വെള്ളിയുടേതായ വളകൾ, വെള്ളിയുടേതായ വളകൾ. അങ്ങനത്തെ കാര്യങ്ങൾ ഇവർ വല്ലവരും ചെയ്യുന്നുണ്ടോ? സൗരങ്ങളെ ഇവരുടെ എല്ലാം ഉള്ളില് ഈ ആഭരണ ഭ്രമം കിടക്കുകയാണ്. അത് പൊട്ടി പുറത്തേക്ക് വന്നെന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ടാണ് യൂറോപ്പിലോ ലാറ്റിൻ അമേരിക്കയിലോ ഈ ഒരു വെളിപ്പാടും ബോധ്യവും ദൈവം കൊടുക്കാത്തതെന്ന് ചോദിച്ചാൽ അവിടെയൊന്നും ആളുകളുടെ ഉള്ളില് ഇങ്ങനെയുള്ള ഭ്രാന്തില്ല. ഇതൊരു ക്രൈസ് അല്ല അവർക്ക്. ഇത് ഏഷ്യൻ വംശജർക്കാണ് ഇതൊരു ഭ്രാന്ത്. ഏഷ്യൻ വംശജർക്ക് എല്ലാവർക്കും ഇല്ല, വിശേഷാൽ ഇന്ത്യക്കാർക്ക്. ഇന്ത്യക്കാരിൽ തന്നെ സൗത്ത് ഇന്ത്യൻസില് കേരളത്തുകാർക്കുള്ള പോലെ ഭ്രാന്ത് ഉലകത്തിൽ ആർക്കും ഇല്ല. അവരുടെ ജീവിതം ഈ ആഭരണവുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട് അവരുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിക്കുന്ന ഒരു വിഷയമാണ്. ഈ മാലയും കമ്മലും ഒക്കെ ഉപയോഗിക്കുന്ന ഒരു തനി നാടൻ മലയാളി മങ്ക ഒരു ഇന്റർവ്യൂവിന് പോവുകയാണെങ്കിൽ അവളുടെ കോൺഫിഡൻസ് ലെവൽ ബിലോ ആയിരിക്കും, താഴെ പോവും. അവർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല. അതേസമയം ഒരു പെന്തിക്കോസുകാരി പെണ്ണ് ആ ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് ലെവലിലൊന്നും ഒരു വിഷയമല്ല. അവള് നാളുകളായിട്ട് ഇത് അഭ്യസിക്കുന്നവളല്ലേ. അവൾക്ക് ഇതൊന്നും ഒരു വിഷയമല്ലെന്നേ. വാസ്തവമായി രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകത്തിൽ ദൈവകൃപയെ നിൽക്കുന്ന പെന്തിക്കോസ് പെങ്കൊച്ചിന്റെ കാര്യമാണ് കേട്ടോ പറഞ്ഞത്. നാടോടുമ്പോ നടുവേ ഓടുന്ന പെന്തിക്കോസുകാരികളുടെ കാര്യമല്ല പറഞ്ഞത്. അങ്ങനെയുള്ളവർക്ക് കോൺഫിഡൻസ് ഉണ്ട്, അല്ലാത്തവരുടെ കോൺഫിഡൻസ് ലെവൽ താഴെ പോവും. സൗരങ്ങൾ ഈ വിഷയമൊക്കെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇതൊക്കെ ബൃഹത്തായ വിഷയങ്ങളാണ്. നാളുകളും സമയങ്ങളും ഒക്കെ എടുത്ത് വിശദീകരിച്ച് വിശുദ്ധന്മാരെ വചനത്തിൽ ഉറപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഇതെല്ലാം. സമാഗമന കൂടാരം ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട അതിലെ വെള്ളിയും പൊന്നും അതുപോലെ താമ്രവും അതുപോലെ ഖദിരമര, ഇതിനൊക്കെ ആത്മീയ അർത്ഥങ്ങളാണ്, അതിന്റെ ആഴങ്ങളാണ്. അതൊന്നും പുതിയ നിയമ വിശുദ്ധന്മാർക്ക് മാലയും കമ്മലിടാന്നോ അല്ലെ വേറെ എന്തെങ്കിലും കാര്യം ചെയ്യാമെന്നുള്ളതിന്റെ ഒന്നും അതിനുള്ള സൂചനകളല്ല അതൊന്നും. നോക്കണം, നമ്മൾ എക്കാലത്തും ആധികാരികമായി പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് രക്ഷയും ആഭരണധാരണവുമായിട്ടൊരു ബന്ധമില്ലെന്ന്. പിന്നെ നിങ്ങൾ എന്തിനാ ചഞ്ചലപ്പെടുന്നത്? രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പല്ലേ സ്നാനപ്പെടുക എന്ന് പറയുന്നത്. അവിടെ വരുമ്പോഴല്ലേ ഞങ്ങളെ പോലെയുള്ള ഉപദേശിമാര് ഇരുന്ന് നമുക്ക് കണക്ക് കൂട്ടി നോക്കാം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശുദ്ധിക്കും വേർപാടിനും പ്രാധാന്യം കൊടുത്തുകൊണ്ട് വിശുദ്ധ ജീവിതം നയിക്കേണ്ടതാണ്. ക്രിസ്തുവിനെ ധരിച്ച് ക്രിസ്തുവിനോട് ചേർന്ന് അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു ജീവിതമാണ്. അപ്പോൾ ഇന്നലകളിൽ ജീവിച്ചതുപോലെ ഇനിയൊരു ജീവിതം ജീവിക്കാൻ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് സ്നാനപ്പെടണമോ എന്നൊരു ചോദ്യം ഞങ്ങളെ പോലെയുള്ളവർ ചോദിക്കും. ബാക്കിയുള്ളവർ വരുന്ന വഴിക്ക് തന്നെ വെള്ളത്തിൽ പിടിച്ചിടുമായിരിക്കും. ഞങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്നവരല്ല. നിങ്ങൾ അനുദിനം ക്രൂശ് എടുക്കേണ്ടവരാണ്. നിങ്ങൾ നുകത്തിൻ കീഴിൽ വരേണ്ടവരാണ്. നിങ്ങൾ ഇടുക്കമുള്ള വാതിലും ഞെരുക്കമുള്ള വഴിയും കണ്ടെത്തേണ്ടവരാണ്. നിങ്ങൾ ലോകത്തിന്റെ മാലിന്യങ്ങളിൽ പെട്ടുപോകരുതെന്നാണ് യാക്കോബ് പറഞ്ഞത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും, അതിലപ്പുറമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. അത്ര ആഴത്തിൽ കാര്യങ്ങളെ ധരിപ്പിക്കും. നമ്മുടെ ഈ മെസ്സേജ് തുടക്കം മുതൽ കേൾക്കുന്ന ആളുകള് സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കേൾക്കുകയാണെങ്കിൽ അവർക്ക് കൊള്ളാം. അത്ര തന്നെ. ഒടുക്കും എങ്ങനെ പറഞ്ഞാൽ നമ്മൾ അവസാനിപ്പിക്കാൻ പോകുന്നത്? പുതിയ നിയമത്തിൽ ഇതിന് വാക്യമുണ്ടോ, ഇതൊരു ഉപദേശ വിഷയമാണോ എന്നൊക്കെ ചോദിക്കുന്നവരോട് വളരെ താഴ്മയോടും സ്നേഹത്തോടും ഞങ്ങൾ പറയട്ടെ, സമയമുണ്ടെങ്കിൽ നമുക്ക് ഈ കാര്യങ്ങളെ സ്ഥാപിക്കാം, തെളിയിക്കാം. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളത് ചെയ്തിട്ടുണ്ട്, ഇനിയും സാവകാശം ഉണ്ടെങ്കിൽ ചെയ്യും. അത് കോൺഫിഡൻസിലാണ് പറയുന്നത്. നിങ്ങൾ ആ വിഷയത്തിന്റെ ആഴങ്ങളിലേക്ക് പോയിട്ടില്ല. ഞാൻ 3 ദിവസമായി ശ്രദ്ധിക്കുകയാണ്, പെന്തിക്കോസിലെ ഈ കാര്യത്തിന് വേണ്ടി മുറവിളി കൂട്ടുന്ന ഉപദേശിമാരും അവരുടെ പെമ്പിളമാരും അവരുടെ പെമ്മക്കളും അവരുടെ അനുചര വൃന്ദങ്ങളും പറയുന്ന ഒറ്റ കാര്യമുള്ളൂ: സ്ത്രീകൾ ആഭരണം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട്. പുരുഷന്മാർ ആഭരണം ധരിക്കുന്നതിനെ കുറിച്ച് ഒരു സിംഗിൾ കമന്റ് ഇതുവരെ എങ്ങും വന്നിട്ടില്ല. അതിനെക്കുറിച്ച് ഒരു ചർച്ച ഞാൻ കണ്ടില്ല. ഇവരുടെയൊക്കെ ഈ തലച്ചോറ് വർക്ക് ചെയ്യുന്ന എത്രത്തോളം ഉള്ളൂ എന്ന് ഇതിൽ നിന്ന് തന്നെ ചിന്തിച്ചാൽ മതി. അവര് ചിന്തിക്കുന്നത് സ്ത്രീകൾ ആഭരണം ധരിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ്. പുരുഷൻ ആഭരണം ധരിച്ചു കഴിഞ്ഞാൽ വള എങ്ങനെ ഊരിപ്പോവോ? എന്താ ഇവർ ധരിക്കുന്നത്? എന്താ ഇവർ ചിന്തിച്ചു വെച്ചിരിക്കുന്നത്? നമ്മുടെ മെസ്സേജുകളൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു ദേവദാസൻ, അതേ ഒരു ഹൈന്ദവ പശ്ചാത്തലത്തിൽ നിന്ന് ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്നതാ. അദ്ദേഹത്തിന്റെ ആ ഒരു സമൂഹം, ആ സമൂഹത്തില് അവര് കടുക്കിനിടുന്നവരാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കടുക്കിനിടുന്നവരെ നിങ്ങൾക്ക് അറിയാൻ മേലെ.
തട്ടാന്മാര്, അങ്ങനെയൊക്കെയുള്ള ചില പൊസിഷനിലുള്ള പ്രിയപ്പെട്ടവര് ഇങ്ങനെ കടുക്കനൊക്കെ ഇടുന്നവരുണ്ട്. അപ്പൊ ഈ സഹോദരൻ വിശ്വാസ വഴിയിലേക്ക് വന്നു, കടുക്കനൊക്കെ ഊരിക്കളഞ്ഞ് സ്നാനപ്പെട്ടു. പിന്നത്തേത് കർത്താവിന്റെ വേലക്കിറങ്ങി. അദ്ദേഹം ഒന്ന് ഉപദേശ വിഷയങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു. അദ്ദേഹം ചോദിച്ചൊരു ഗംഭീര ചോദ്യം എനിക്ക് ബോധിച്ചു. നമ്മുടെ മെസ്സേജുകളിൽ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ഈ പെന്തിക്കോസുകാരോട് ചോദിക്കുന്ന ചോദ്യമാ. ഒറ്റ ഒരുത്തിന് ഉത്തരം തരാൻ കഴിയില്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒറ്റ ഒരുത്തിന്. യെസ്, നെടുമ്പ്ര ഉപദേശി, ഞാനിത് എന്റെ പഴയ സംസ്കാരത്തിലേക്ക് മടങ്ങി വരുവാൻ തയ്യാറാണ്. ഞാൻ അബദ്ധത്തിൽ അകപ്പെട്ടു പോയല്ലോ. പെന്തിക്കോസുകാരുടെ വർത്തമാനം കേട്ട് യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് വിശ്വാസ വഴിയിലേക്ക് വന്നു. എന്റെ കടുക്കനൊക്കെ ഊരിക്കളഞ്ഞു. ഞാനൊരു ഉപദേശിയായിപ്പോയി. ഞാൻ ആ കടുക്കൻ തിരിച്ചിട്ടുകൊണ്ട്, കേൾക്കണം, ഞാൻ ആ കടുക്കൻ തിരിച്ചിട്ടുകൊണ്ട് പ്രസംഗിച്ച് നടന്ന വല്ലോ കുഴപ്പമുണ്ടോന്ന്. ഒറ്റ ഒരു ഉപദേശി അതേ കയറി പിടിച്ചില്ല. ഈ നേരം വരെ അതിന് ആരും ഒരു മറുപടി കൊടുത്തായിട്ട് ഞാൻ കണ്ടില്ല. അത് ഒത്തിരി ഉപദേശിമാരോട് ചോദിച്ചു, ഒറ്റ ഒരുത്തിന് മറുപടിയില്ല. കടുക്കൻ തിരിച്ചിടാൻ സമ്മതിക്കുമോ എന്ന്. സഹോദരങ്ങളെ, ഈ ഉപദേശിമാരിൽ ബഹുഭൂരിപക്ഷം പേര് ഒരു ചിന്തയില്ലാത്തവരാണ്. എങ്ങനെയോ ഉപദേശിമാരായി, എങ്ങനെയോ ഈ പുസ്തകമൊക്കെ ആയിട്ട് ഇവർ പ്രസംഗിച്ച് നടക്കുന്നു. എന്തെങ്കിലും ഒരു കോമൺ സെൻസ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാവുന്ന കാര്യമല്ലേ ഉള്ളൂ. സ്ത്രീകൾ ആഭരണം ധരിക്കുന്നവരെ പുരുഷന്മാരും ആഭരണം ധരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഈ സിസ്റ്റം എങ്ങനെ പോകും? പുരുഷൻ ആഭരണം ധരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിൽ വരുന്നത്? പെട്ടെന്ന് പുരുഷനൊരു മോതിരം ഇടുന്നു, ഷർട്ടിനകത്തൊരു മാല ഇടുന്നു, എല്ലാ ബട്ടൺസും ഇടുന്നു. അങ്ങനെയല്ലേ നിങ്ങൾ ധരിക്കുന്നേ? അങ്ങനെയൊക്കെ ധരിക്കല്ലേ. പുരുഷൻ 2 കാതിലും കമ്മലിടുന്ന പടമൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടില്ലേ? പുരുഷന്മാർ ഒത്തിരി പരിപാടി കാണിക്കും, അതെല്ലാം തൂക്കിയിട്ടോണ്ട് വരും. അപ്പൊ ഏത് പാസ്റ്റർക്ക് തടയാൻ പറ്റും? തടഞ്ഞു കഴിഞ്ഞാൽ അവൻ കോടതി കയറുമെന്നേ. കോടതി ചെല്ലുമ്പോൾ ജഡ്ജി ചോദിക്കും, നിങ്ങളുടെ കൂട്ടായ്മയിൽ ഇങ്ങനെയുള്ള കാര്യം ആരും ധരിക്കുന്നില്ലെന്ന് ചോദിക്കുമ്പോൾ ഉപദേശി എന്ത് പറയും? ഞങ്ങളുടെ തങ്കപ്പെട്ട സഹോദരിമാരെല്ലാം തങ്കം ധരിക്കുന്നുണ്ടെന്ന് പറയും. അതെന്നാ പരിപാടിയാ? സ്ത്രീകൾക്ക് ധരിക്കാമെങ്കിൽ പുരുഷന്മാർക്ക് ധരിക്കാൻ മേലെന്ന് ജഡ്ജി ചോദിക്കില്ലേ? സ്ത്രീകൾക്ക് ധരിക്കാമെങ്കിൽ പുരുഷന്മാർക്കും ധരിക്കാൻ മേലെന്ന് അങ്ങനെ ചോദിക്കില്ലേ? അപ്പൊ ഈ ഉപദേശി എന്ത് മറുപടി പറയും? ഇനി ഒരു അതിപുരാതന പെന്തിക്കോസുകാരിയായ ഒരു പെങ്കൊച്ച്, അവള് 2 മൂക്കിലും മൂക്കുത്തി ഇട്ടു, പിന്നെ ഈ ചുണ്ടിനടിയിൽ ഒരു കമ്പി കുത്തി കയറ്റി, നാക്കിലും ഒരു കമ്പി കുത്തി കയറ്റി. നാക്കിനകത്തുകൊണ്ട് ഇന്ന് ഞാനൊരു പിക്ചർ കണ്ടു. നാക്കെ നീട്ടി വെച്ചിരിക്കുക വരുത്തി, ആ നാക്കേലെ ആണി അടിച്ച് ഇറക്കി വെച്ചിരിക്കുക. ഓ, എന്നാ സൈസ് മനുഷ്യരപ്പ. അപ്പം അത് പോരാത്തതിന് കാതിൽ ഒരു 5-8 കമ്മല്, അടി തൊട്ട് മുടി വരെ എന്ന് പറഞ്ഞ പോലെ റൗണ്ടിൽ ഇങ്ങനെ കമ്മല് കെട്ടി തൂക്കിയിട്ടിരിക്കുക. പുരികത്തിന്റെ എതിരെ കൂടെ അടിച്ചു കയറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ അതിപുരാതന പെന്തിക്കോസുകാരി വരിക എന്ന് വിചാരിച്ചോ? എന്നിട്ട് നമ്മുടെ പാസ്റ്റർ KC ജോണിന്റെയോ KC തോമസിന്റെയോ KC ശാമുവേലിന്റെയോ പെമ്മക്കൾ അങ്ങനെ വരിക എന്ന് വിചാരിച്ചോ? അവർ ഏതെങ്കിലും വിധത്തിൽ വഴിതെറ്റി നമ്മുടെ ഏതെങ്കിലും കൂട്ടായ്മയിൽ വരികയാണെങ്കിൽ നമ്മൾ പറയാണ് ഒക്കില്ല, ഇത്രയൊന്നും പറ്റത്തില്ലെന്ന് പറയുമ്പോ അവർ കേസുമായിട്ട് കോടതിയിൽ പോവാന്ന് വിചാരിച്ചോ? കോടതി ചെല്ലുമ്പോ ജഡ്ജി നമ്മളെ വിളിച്ച് ചോദിക്കുക, ഈ പെങ്കൊച്ച് അതിപുരാതന പെന്തിക്കോസുകാരിയായ ഇവള് നിങ്ങളുടെ കൂട്ടായ്മ വന്നിട്ട് ഇവർക്ക് കർത്തൃമേശ കൊടുക്കാത്ത എന്താന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയും? ജഡ്ജി അങ്ങനെ, ഇതെന്താ ഈ കോലം? ഇതെങ്ങനെ ഞങ്ങൾ കൈകാര്യം ചെയ്യും? അപ്പൊ ജഡ്ജി ചോദിക്കും, എന്താ കൈകാര്യം ചെയ്ത? നിങ്ങളുടെ കൂട്ടായ്മയിൽ ഇത് ഉപയോഗിക്കുന്ന ആളുകളില്ലേ? അപ്പൊ നമ്മൾ പറയാണ് കൂട്ടായ്മയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, ഞങ്ങളുടെ സൗകര്യമാരൊക്കെ ഉപയോഗിക്കുന്നവരുണ്ട്. പിന്നെ എന്താ ഇവിടെ കുഴപ്പം? അല്ല, ഇത് എണ്ണത്തിൽ കൂടിപ്പോയിന്ന്. അപ്പൊ ജഡ്ജി ചോദിക്കും, നിങ്ങളുടെ വേദപുസ്തകത്തിൽ അതിനുള്ള റെഫറൻസ് വല്ലതും ഉണ്ടോ? ഇത്ര കമ്മലേ ഇടാവുള്ളൂ, ഇത്ര മാല ഇടാവുള്ളൂ, ഇത്ര വള ഇടാവുള്ളൂ, ഇത്ര കുലിസ ഇടാവുള്ളൂ, പിന്നെ അരഞ്ഞാണം ഒക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഈ കാര്യങ്ങൾ ഇത്രയ്ക്ക് പാടുള്ളൂ, അത് ഇത്ര ക്യാരറ്റിന്റെ ആയിരിക്കണം, അത് ഇത്ര ഹാൾമാർക്ക് ഉള്ളതായിരിക്കണം എന്നൊക്കെ ബൈബിളിൽ വാക്യമുണ്ടോ? അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ എന്ത് മറുപടി പറയും? ഇവരൊന്നും ഒരു ചിന്തയില്ലാതെയാന്നേ, ഒരു ചിന്തയില്ലാതെ ഇവർ ഈ വർത്തമാനം പറയുന്നേ, യാതൊരു ചിന്തയില്ലാതെ. ഇവിടെ ബാംഗ്ലൂരിലെ അച്ചായിയുടെ മോന്റെ ചർച്ചില് ആ പിക്ചറൊക്കെ ഞാനിവിടെ ആരെയൊക്കെ കാണിച്ചിട്ടുണ്ട്. ടാറ്റു അടിച്ച പെൺപിള്ളേരൊക്കെയാ വരുന്നത്, ടാറ്റു അടിച്ച്. കാരണം ആ കോട്ടയത്ത് നിന്ന് പ്രസംഗിച്ചില്ലേ, ഞങ്ങളുടെ ഭാര്യമാര് ടൂറ് പോകുന്നു എന്നൊക്കെ പറഞ്ഞ്, ആ മോൻ ടാറ്റു അടിക്കാന്നാ പുള്ളി പഠിപ്പിക്കുന്നത്. ടാറ്റു ഒക്കെ അടിക്കാം, ടാറ്റു അടിക്കുന്നതിനകത്ത് എന്നാ തെറ്റിരിക്കുന്നത്? അതാണ് പുള്ളിയുടെ പോളിസി. അപ്പൊ ഇപ്പൊ അവിടെ പോകുന്ന ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വേറെ ഏത് പെന്തിക്കോസ് കൂട്ടായ്മയിൽ പോയാലും ആളുകൾ തുറിച്ചു നോക്കും. ഇവിടെ ആരും തുറിച്ചു നോക്കൂല, ഇവിടെ അതൊക്കെ അനുവദിക്കും എന്നാ പറയുന്നത്. പല കൂട്ടായ്മകളിലും പലതും അനുവദിക്കും സഹോദരങ്ങളെ. നമ്മളെ സംബന്ധിച്ച് നമ്മളിതൊന്നും അനുവദിക്കുന്നവരല്ല. ഇന്നത്തെ നമ്മുടെ ഈ മെസ്സേജ് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് പിന്നത്തേതിൽ ചിലപ്പോൾ ഒരു സങ്കടം വരാം. ഞങ്ങളുടെ സജിപാസിന് ഒരു മാനസാന്തരവും ഇല്ലല്ലോ,
പുള്ളി പിന്നെയും പിന്നെയും തീവ്രവാദിയെ പോലെയാണല്ലോ പറയുന്നത്. കുറെ കാലമായിട്ട് ഇതൊന്നും പറയുന്നില്ലായിരുന്നു, ഇപ്പൊ അത് പിന്നെയും പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഒന്ന് സ്നേഹിക്കാമെന്നൊക്കെ വിചാരിച്ചു വന്നതായിരുന്നു. അങ്ങനെ പിന്നെയും ഇത്തരത്തിലുള്ള വർത്തമാനങ്ങളാണ് പറയുന്നത്. എനിക്ക് എല്ലാവരോടുമായിട്ട് പറയാനുള്ള ഇത്രയേ ഉള്ളൂ, അതായത് മേലാൽ നമ്മളെ കേൾക്കുന്നവരോട്, അതായത് നിങ്ങൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളോട് താല്പര്യമില്ലെങ്കിൽ നിശ്ചയമായും നമ്മുടെ ഈ പ്രസംഗങ്ങൾ നിങ്ങൾ കേൾക്കാനായിട്ട് സമയം കളയരുത്, നിങ്ങൾ വിട്ട് കളഞ്ഞേക്കുക. നമ്മുടെ ഈ ചാനലോ വല്ലതും ഒക്കെ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേഗം അൺസബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫോണിനകത്തൊക്കെ ഈ മെസ്സേജുകളെല്ലാം സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക. ഞാൻ തറപ്പിച്ചു പറയുകയാണ്, ഈ വക വിഷയത്തിൽ നല്ല ബോധ്യമുള്ള ഒരാളാണ് ഞാൻ നെടുമ്പറംകാരനല്ല, ഞാൻ വേറെ ദിക്കുകാരനാണ്. നല്ല ബോധ്യമുണ്ട്, നല്ല വെളിപ്പാടുണ്ട്. നെടുമ്പറംകാരനെ ഹരിശ്രീ പഠിപ്പിച്ച ഉപദേശിയുടെ കൂടെ നടന്ന് അത്യാവശ്യം പണി പഠിച്ചവനാ ഞാൻ. അത്യാവശ്യം ബോധ്യമൊക്കെ ഉണ്ട്. അപ്പൊ എന്റെ കാര്യങ്ങൾ ഇങ്ങനെയാണ്. എന്നാൽ ആഭരണം ഉപയോഗിക്കുന്ന ഏതെങ്കിലും സഹോദരി സഹോദരന്മാരെ ഒരു നോട്ടം കൊണ്ടോ ഒരു സംസാരം കൊണ്ടോ ഒരിക്കലും നിങ്ങൾ അത് പ്രതീക്ഷിക്കേണ്ട. ഒരിക്കലും അങ്ങനത്തെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം എന്നിൽ നിന്നുണ്ടാകില്ല. ഏറ്റവും ബഹുമാനത്തോടും സ്നേഹത്തോടും ആയിരിക്കും ഞാൻ നിങ്ങളോട് ഇടപെടുന്നത്. അങ്ങനെ ഒരു ചിന്ത പോലും എന്റെ തലയ്ക്കകത്ത് ഒരിക്കലും വരാറില്ല. നിങ്ങളെ ആരെ കണ്ടാലും ആഭരണം ധരിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു ചിന്ത പോലും എന്റെ ഉള്ളിൽ വരാറില്ല. പിന്നെ എന്താ പാസ്റ്റർക്ക് കുഴപ്പമെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ, അതായത് ഇതിനകത്ത് ചില LKG UKG വിഷയങ്ങളുണ്ട്. അതായത് പൊതു പെന്തിക്കോസ് LKG നിന്ന് സംസാരിക്കുമ്പോൾ നമ്മൾ ഒരു പടി കൂടെ മുൻപോട്ട് പോയിട്ട് ഒരു UKG നിന്ന് സംസാരിക്കും. രക്ഷയും ആഭരണമായിട്ട് ഒരു ബന്ധമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് മുന്നോട്ട് വന്നു കഴിയുമ്പോൾ ഗംഭീരമായ വിഷയങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട് വരും. ഇന്ന് വെളിപ്പെടുത്താൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇവിടെ അങ്ങ് അവസാനിപ്പിക്കുക. അതെല്ലാം വെളിപ്പെട്ട് കിട്ടിയ മനുഷ്യരായതുകൊണ്ടാണ് നമ്മൾ ഇത്ര തൻ്റെ ഇടത്തോടെ കാര്യങ്ങളെ പറയുന്നത്. ആ കാര്യങ്ങളെ ഗ്രഹിക്കാൻ കഴിയാത്ത നമ്മുടെ സഹോദരങ്ങൾ എവിടെയെങ്കിലും ഇരുന്ന് ഞങ്ങളെ കേൾക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞങ്ങളോടും കോപിക്കരുത്. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുകയും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങൾ നിങ്ങളെ സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് കിട്ടിയ ബോധ്യത്തിൽ നിങ്ങൾ അങ്ങനെ പതിയെ പോവുക. ഞങ്ങൾക്ക് കിട്ടിയ ബോധ്യത്തിൽ ഞങ്ങൾക്ക് ഇത്തിരി വേഗം പരമസിയോനെ ലക്ഷ്യമാക്കി ഓടാനുണ്ട്. പിൻപിലുള്ളതിനെ മറന്നുകൊണ്ട് മുൻപിലുള്ളതിന്റെ പരമവിളിയുടെ ലാക്കിലേക്ക് ഒരു ഓട്ടമുണ്ട്. വിശുദ്ധ പർവ്വതത്തിലേക്ക് ഒരു ഓട്ടമുണ്ട്. ആ ഓട്ടത്തിൽ ലോകത്തിന്റെ കളങ്കം പറ്റാതെ വണ്ണം ഓടണം. ലോകത്തിന്റെ കളങ്കം പറ്റാതെ വണ്ണം ഒരു ഓട്ടമുണ്ട്. അതായത് ലോകത്തിന്റെ സാംസ്കാരികതയും അതിന്റെ ഇടപാടുകളിലെല്ലാം മുങ്ങിപ്പൊങ്ങി അതിനകത്തെല്ലാം കുഴഞ്ഞു മറിഞ്ഞു പോയ വലഞ്ഞു പോയ നീതിമാനായ ലോത്തെന്നുള്ള വിളിപ്പേര് കേൾക്കാനായിട്ട് ഒരു താല്പര്യവുമില്ല. അങ്ങനെ വലഞ്ഞുപോയ അനേക ഉപദേശിമാർ നമ്മുടെ ചുറ്റും വലഞ്ഞു തിരിഞ്ഞ് അലഞ്ഞു തിരിഞ്ഞ് നടപ്പുണ്ട്. അത്തരക്കാരുടെ ഭാഷണങ്ങളൊക്കെ കേട്ട് അനേകരുടെ വിരുദ തെറ്റിപ്പോകും. എന്നാൽ സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്ന ബോധ്യങ്ങൾ എത്ര വലുത്, എത്ര ആഴമുള്ളതാണെന്ന് ചിന്തിച്ചു നോക്കുക. കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നമ്മെ രക്ഷിക്കുവാൻ വേണ്ടി നമ്മുടെ ആത്മമടവാളൻ മനസ്സോടെ ആ ശാപമരത്തിലേക്ക് നടന്നു കയറിയ കാഴ്ചകളുണ്ട്. ആ തിരുമേനി നമുക്ക് വേണ്ടി തച്ചുടയ്ക്കപ്പെട്ടു. ആ കാഴ്ചയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കൊണ്ടുവന്നത്. ആ കാഴ്ച കാണിച്ചിട്ടാ നമ്മോട് പറഞ്ഞത്, നിന്റെ ശരീരത്തെയും ഇതുപോലെ സമർപ്പിക്കാൻ മനസ്സുണ്ടോ എന്ന്. റോമാലേഖനം 12:1-2. ചുമ്മയൊന്നുമല്ല നമ്മൾ വർത്തമാനം പറയുന്നത്. ഒരു സമർപ്പിത ജീവിതത്തിന്റെ ആരംഭമോടെ കുറിക്കുകയാണ്. ഈ ശരീരം മാത്രമല്ല, സമ്പൂർണമായി ഈ ജീവിതം ബലിപീഠത്തിലേക്ക് ഏൽപ്പിക്കുകയാണ്. കത്തുന്ന തീക്കകത്തേക്ക് ഏൽപ്പിക്കുകയാണ്. വെളിപ്പാടിലൊരു ജീവിതമാണ്. പിന്നീട് വെളിപ്പാടിലൊരു ജീവിതമാണ്. തൈലാഭിഷേകം നഷ്ടപ്പെട്ട ശൗലിന്റെ പടച്ചട്ടയും വാളുമായിട്ട് നടക്കുന്ന അനേകരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവത്തിന് നമ്മോട് കരുണ തോന്നിയിട്ടാണ് ഈ വെളിപ്പാടുകളും ഈ ദർശനങ്ങളും നമുക്ക് നൽകിയത്. ആ വെളിപ്പാടിനും ദർശനത്തിനും അനുസരിച്ച് നമുക്ക് അവസാന ശ്വാസം വരെ പൊരുതി നിൽക്കാം. പൗലോസ് പറഞ്ഞ വാക്ക് പിന്നെയും ഞാൻ എടുത്തു പറയാണ്. ഇങ്ങനെ പലരും പല സ്ഥലത്തും കണ്ണടഞ്ഞു പോയപ്പോ പലതും പറയും. എന്നാൽ അത്തരക്കാർക്ക് ഒരു നാഴിക പോലും വഴങ്ങിക്കൊടുക്കാതെ മരണപര്യന്തം വിശ്വസ്തരായിരിക്കാൻ നമുക്ക് ഉത്സാഹിക്കാം. ഈ കേൾക്കപ്പെട്ട വചനം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രയോജനമായി തീരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.